ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ വിഷമത്തോടും രോഷത്തോടുമാണ് ഈ ഫേസ്ബുക്ക് ലൈവിന് ഇങ്ങനെയൊരു ടൈറ്റിൽ കൊടുക്കേണ്ടി വന്നത്. രക്തദാഹിയായ ഒരു ദൈവത്തെ ക്രൂരനായ മനസാക്ഷിയില്ലാത്ത മനുഷ്യരെ പോലെ പെരുമാറുന്ന ഒരു ദൈവത്തെ അവതരിപ്പിക്കുന്ന ആളുകൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മതം അതിൻ്റെ എല്ലാ ടൂളുകളും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി വളർച്ച പ്രാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയ വന്നതിൽ പിന്നെ അതിരുകൾ ഇല്ലാത്തൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ എ ഗ്ലോബലൈസ്ഡ് വേൾഡ് വിത്തൗട്ട് എനി ബോർഡർ. സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടെ ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെ തുടങ്ങിയുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടെ ഏതൊരു അറിവും ഇൻഫർമേഷനും നോളജും മറ്റുള്ളവരെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ, അത് മതങ്ങളെക്കുറിച്ചായിക്കോട്ടെ, സംസ്കാരങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയം, ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിലും ലാപ്ടോപ്പിലുമൊക്കെ എത്തിപ്പെടുന്നു. ലൈവായിട്ട് നമ്മളത് കാണുന്നു. വിവിധ സഭകളുടെ ആരാധനകൾ, അത് ഏത് സഭയാണെങ്കിലും അവരുടെ ആരാധനകൾ ലൈവായിട്ട് ഇന്ന് സംപ്രേഷണം ചെയ്യും. അവരുടെ പ്രാർത്ഥനകൾ, പാട്ടുകൾ, ഞായറാഴ്ച ആരാധനകൾ, മറ്റ് കൺവെൻഷനുകൾ, ടോക്കുകളെല്ലാം സഭാവിഭാഗ വ്യത്യാസമെന്നെ എല്ലാവർക്കും കാണുവാൻ സാധിക്കുന്നു. ഞായറാഴ്ചത്തെ ആരാധന നിങ്ങൾ കത്തോലിക്ക സഭയിൽപ്പെട്ട ആളല്ലെങ്കിൽ കൂടെ കത്തോലിക്ക പള്ളിയിൽ നിന്ന് ലൈവ് സ്ട്രീമിങ് നിങ്ങൾക്ക് കാണാം. ഓർത്തഡോക്സിൽ നിന്ന് കാണാം, പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് കാണാം, CSI, മാർത്തോമ എല്ലാവരും ലൈവ് സ്ട്രീമിങ് നടത്തുന്നു. നിങ്ങൾ ആ സഭാവിഭാഗത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ കൂടെ, നിങ്ങളൊരു മർത്തോമാക്കാരനല്ല, നിങ്ങളൊരു ഓർത്തഡോക്സുകാരനാണ്, പക്ഷേ നിങ്ങൾക്ക് മർത്തോമാക്കാരുടെ ആരാധന കാണാം. കാരണം ലൈവ് സ്ട്രീമിങ് ഇന്ന് എല്ലാ സഭകളും നടത്തും. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു ബോർഡർലെസ് ആയിട്ടുള്ള, ബോർഡറില്ലാത്ത, അതിരുകളില്ലാത്ത ലോകത്തിലാണ്. മറ്റ് മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ എല്ലാം ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിരുകളില്ലാത്ത ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതങ്ങളുടെയും സഭകളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനാ രീതികളുമൊക്കെ ഇന്ന് ആ സഭയിലോ മതത്തിലോ പോയി നേരിട്ട് ആ സ്ഥലത്ത് പോയി കാണേണ്ട ആവശ്യമില്ല. അതിരുകളില്ലാത്ത ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഈ ലോകത്തിൽ എല്ലാം നമ്മുടെ ഫോണിൽ, നമ്മുടെ ലാപ്ടോപ്പിൽ, നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ വഴി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇപ്രകാരം ഒരു ലൈവ് വരാനുണ്ടായ കാരണം, ഈ തരത്തിൽ സഭാവിഭാഗ വ്യത്യാസമെന്നെ ഞാൻ അനുദിനം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാ രീതികളും ക്രിസ്തീയ പ്രസംഗങ്ങളും പ്രാർത്ഥനകളും ചർച്ചകളും ഒക്കെ നിരന്തരമായി വീക്ഷിക്കുകയും പഠിക്കുകയും ഒരു ഗവേഷക വിദ്യാർത്ഥി ചെയ്യുന്നത് പോലെ കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ടൈറ്റിൽ കൊടുത്ത് ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബൈബിൾ 66 പുസ്തകങ്ങളാണ് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലുള്ളത്.
ഓർത്തഡോക്സ് കാത്തലിക് സഭകളിൽ ഡ്യൂട്രോ കാനോനിക്കൽ ബുക്സ് കൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭകൾ അതിനെ അപ്പോക്രിഫ എന്ന് വിളിക്കുന്നു എങ്കിലും മറ്റ് സഭകൾ അതിനെ ഡ്യൂട്രോ കാനോനിക്കൽ പുസ്തകങ്ങൾ എന്ന ഗണത്തിൽ ആണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോക്രിഫ എന്നവർ വിളിക്കാറില്ല. ബൈബിളിനെ കുറിച്ചുള്ള ഒരു പഠനമല്ല, ബിബ്ലിയോളജി അല്ല നമ്മളിവിടെ നടത്തുന്നത്. നമുക്കറിയാം, സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. തീവ്രവാദ ചിന്താഗതിയോടെ, എക്സ്ക്ലൂസിവിസ്റ്റ് മൈൻഡ് സെറ്റപ്പോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി ഒരു മുൻകരുതലെടുക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ലൈവിൽ നിന്ന് പോകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടല്ലോ. എക്സ്ട്രീമിസ്റ്റ്, എക്സ്ക്ലൂസിവിസ്റ്റ് പൊസിഷനുകളിൽ നിൽക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്തുള്ള ഒരു ടോക്കാണ് ഞാനിവിടെ നടത്തുന്നത്. പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. എല്ലാ സഭാവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും എല്ലാ മതത്തിൽപ്പെട്ടവരെയും സ്നേഹിക്കുവാനും ഒക്കെയുള്ള ഒരു മനസ്സോടെയാണ് ഞാനായിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു മതത്തിനോ വിശ്വാസത്തിനോ സുപ്രീമസി നൽകുന്ന ഒരു ഭരണഘടന സംരക്ഷണമല്ല നമുക്ക് നൽകുന്നത്. സെക്യുലറിസമാണ്. ഒരു മതത്തിനും വിശ്വാസത്തിനും പ്രത്യേകിച്ച് ഒരു പരിഗണന, സുപ്രീമസി ഇല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസവും മതവും തങ്ങളെക്കാളിലും ശ്രേഷ്ഠമാണെന്ന് പറയുവാൻ ഭരണഘടന ഒരു സഭാവിഭാഗത്തിനും അനുവാദം കൊടുക്കുന്നില്ല. മതതീവ്രവാദ സ്വഭാവമുള്ള എക്സ്ട്രീമിസ്റ്റായ എക്സ്ക്ലൂസീവായ ചിന്താഗതി വച്ചു പുലർത്തുന്ന സഭാവിഭാഗത്തിൽപ്പെട്ടവർ ഇത് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. ഭരണഘടന ഒരിക്കലും ഏതെങ്കിലും ഒരു വിശ്വാസം മികച്ചതാണെന്നും മറ്റൊരു വിശ്വാസം പൈശാചികമാണെന്നും പറയുവാൻ ഒരു അനുവാദവും നിങ്ങൾക്ക് തരുന്നില്ല. അത് തരുന്ന ഏതെങ്കിലും രാജ്യത്ത് പോയി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രചരിപ്പിക്കാം. ഈ ഭരണഘടന എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇവിടെ വളരെ ഹാർമോണിയസായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ കലക്കമുണ്ടാക്കുകയും തെരുവുകളിൽ പരസ്യയോഗം നടത്തി മറ്റ് മതങ്ങളെയും സഭകളെയും പരസ്യമായി അവഹേളിക്കുകയും ചെയ്യുന്നവർക്കെതിരെ തീർച്ചയായും പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഭരണഘടന നൽകുന്ന അവകാശം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സഭയെയും സഭാവിഭാഗങ്ങളെയും പുരോഹിതരെയും ബിഷപ്പുമാരെയും ഒക്കെ പരസ്യമായി അവഹേളിക്കുകയും ഞങ്ങളെന്തോ ക്രിസ്തുവിൻ്റെ സന്ദേശം, ഭയങ്കര സ്നേഹം, ഞങ്ങൾക്ക് ദൈവം പ്രത്യേക നിയോഗം തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് യേശുവിനെ പ്രസംഗിക്കുന്ന കാണുമ്പോൾ പല സഭകളിൽപ്പെട്ടവർക്കും തോന്നുകയും ഇവരും ഭയങ്കരമായിട്ട് യേശുവിനെയാണല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൻ്റെ പുറകിലുള്ള ഹിഡൻ അജണ്ട നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. ആമുഖമായി ഇത് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ ഈ ലൈവ് വരുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പലരും അവതരിപ്പിക്കുന്ന ദൈവം യേശു അവതരിപ്പിച്ച ദൈവമാണോ? രക്തദാഹിയായ, ക്രൂരനായ, യാതൊരു മനസാക്ഷിയുമില്ലാതെ ഈ ഭൂമിയിലെ നമുക്കുള്ള അപ്പനും അമ്മയും കാണിക്കുന്ന സ്നേഹം പോലും, ക്ഷമ പോലും, പരിഗണന പോലും, ദീർഘക്ഷമ പോലും കാണിക്കാത്ത, സംഹാര താണ്ഡവമാടുന്ന, ക്രൂരമുഖമുള്ള, രക്തം വലിച്ചു കുടിക്കുന്ന, പഴയ സിനിമകളിൽ കാണുന്ന വില്ലന്മാരെ പോലെ ഇപ്പോഴത്തെ വില്ലന്മാര് ഗുണ്ടകളൊക്കെ കുറച്ചുകൂടെ ഡീസൻ്റാണ്. അപ്പോൾ ദൈവത്തെ ഒരു വില്ലനെ പോലെ, ഒരു ഗുണ്ടയെ പോലെ,
ക്രൂരമുഖമുള്ള, ചില മതങ്ങളിൽ ഒക്കെ കാണുന്നത് പോലെ രക്തം വലിച്ചു കുടിക്കുന്ന, രക്തദാഹിയായ, പ്രതികാര ചിന്തയോടെ നടക്കുന്ന ഒരു ദൈവത്തെ ശപിക്കുന്ന ഒരു ദൈവം. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും, പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു, ഇത് ബോർഡർലെസ് ആയ, അതിരുകൾ ഒന്നുമില്ലാത്തൊരു ലോകമാണ്. അങ്ങനെ ശപിക്കുന്ന, ക്ഷമിക്കാത്ത, കണ്ണൊക്കെ ഇങ്ങനെ തുറപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ ലൈവിൽ നിങ്ങൾ തുടർന്നും ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഞാൻ കേട്ട ഒരു പ്രസംഗം, ഒരുപാട് പ്രസംഗങ്ങളുണ്ട്, ഇന്നാണ് ഈ വിഷയം സംബന്ധിച്ചൊന്ന് ലൈവ് വരണമെന്ന് തോന്നി. നിങ്ങളുടെ മക്കൾക്ക് ഒരു വേദനയുണ്ടാകുമ്പോൾ, ഒരപ്പൻ എന്ന രീതിയിൽ, ഒരമ്മ എന്ന രീതിയിൽ, സഹോദരങ്ങൾ എന്ന രീതിയിൽ നിങ്ങളുടെ മനോഭാവം എന്താണ്? നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങളുടെ ഭൂമിയിലുള്ള അപ്പന് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? നിങ്ങളൊരു വലിയ കുറ്റം ചെയ്താൽ നിങ്ങളുടെ ഭൂമിയിലുള്ള അപ്പൻ്റെ നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? ഇപ്പം ഞാൻ കേട്ട പ്രസംഗം, ആ പ്രസംഗം ഇങ്ങനെയാണ്: നീ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമുള്ള കാര്യം. ഇനി അനുസരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് എത്രമാത്രം ആ വ്യക്തി അനുസരിച്ചു എന്നത് അളക്കാൻ സാധിക്കത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. മതങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ വരുന്ന പ്രശ്നം, ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനികൾ എല്ലാവരെയും ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും ആണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇതിങ്ങനെ പാരമ്പര്യമായി ആളുകൾ പഴയ നിയമവും വായിക്കും, പുതിയ നിയമവും വായിച്ചെങ്കിലായി. പുതിയ നിയമം വായിക്കുകയില്ല, തുറക്കുകയില്ല, സുവിശേഷങ്ങൾ തുറക്കുകയില്ല, ലേഖനങ്ങൾ വായിക്കുകയില്ല. സങ്കീർത്തനങ്ങളാണ് ഇങ്ങനെയുള്ളവരുടെ ദൈവസങ്കല്പത്തെ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ. പിന്നെ ഈ പറയുന്ന വെട്ടും കൊലയും കൊലപാതകവും എല്ലാം കൂടെ ഉള്ള പഴയ നിയമത്തിൻ്റെ കുറേ ഭാഗങ്ങളും വായിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു സഭാവിഭാഗത്തെ പെടുത്തുന്നില്ല. കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് സഭ വരെയുള്ള അച്ഛന്മാരും പാസ്റ്റർമാരും ബിഷപ്പുമാരും എല്ലാം ഈ കൂട്ടത്തിൽ വരും. കാരണം ഈ പഴയ നിയമം, പഴയ ഉടമ്പടി എന്താണ്, യേശു സ്ഥാപിച്ച പുതിയ ഉടമ്പടി എന്താണ്? ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ ശത്രുവിനോടുള്ള മനോഭാവം നമുക്കറിയാം. അത് പഴയ നിയമത്തിൽ എങ്ങനെയാണ്, പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. അതിനെ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. ഇതൊക്കെ എത്ര പറഞ്ഞാലും പിന്നെയും ഈ വില്ലത്തരം കാണിക്കുന്ന ദൈവത്തെ അവതരിപ്പിക്കാനാണ് ഇഷ്ടം. കാരണം പ്രസംഗിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ? നമ്മൾ എന്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്? 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എന്തിനാണ് ഈ പ്രസംഗിക്കുന്നത്? ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുക. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിന്നങ്ങ് പ്രസംഗിക്കുക. അപ്പോൾ പഴയ നിയമം എന്താണ്, പുതിയ നിയമം എന്താണെന്ന് കൃത്യമായി തരംതിരിച്ച് പഠിക്കാതെ, പഴയ നിയമ വെളിപ്പാട് എന്താണ്, പുതിയ നിയമ വെളിപ്പാട് എന്താണെന്ന് പഠിക്കാതെ ഏതെങ്കിലും ഒരു വാക്യം എടുത്തു വെച്ച് ജനത്തെ ഭയപ്പെടുത്തി അടിമയാക്കുക. ഇവരുടെ ഒരു പരിപാടിയാണിത്.
ഇങ്ങനെ ഭയപ്പെടുത്തിയാണ് ഇവരുടെ മതത്തിലേക്ക് ഇവർ ആളുകളെ ചേർക്കുന്നത്. മാർത്തോമാ സഭയിൽ നിന്നും, CSI സഭയിൽ നിന്നും, ഓർത്തഡോക്സ് സഭയിൽ നിന്നും, യാക്കോബായ സഭയിൽ നിന്നും, പിന്നെ ഏതൊക്കെ സഭയുണ്ടോ അത് എവിടെ നിന്നും, സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നിന്നും എല്ലാം ആളുകളെ അടിച്ചു മാറ്റിക്കൊണ്ട് ഭയപ്പെടുത്തി രക്തദാഹിയായ ഒരു ദൈവത്തെ അവതരിപ്പിച്ച് നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോവും, നിങ്ങളെ ദൈവം വിട്ട് പുഴുങ്ങുമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് ഒരു വലിയ കൂട്ടം ആളുകൾ ഇപ്പോൾ ഈ മുഖ്യധാരാ സഭകളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ ആ മേഖലയിൽ പോകും. ഇവരുടെ പ്രധാന പരിപാടി ഭയപ്പെടുത്തുക. പുതിയ നിയമത്തിൽ നിന്ന് ഒരു കാര്യവും സംസാരിക്കാതിരിക്കുക. യേശു വെളിപ്പെടുത്തിയ പിതാവായ ദൈവത്തെക്കുറിച്ച് ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പറയാതിരിക്കുക. പഴയ നിയമ വേദഭാഗങ്ങളെടുത്ത് പുതിയ നിയമമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ പ്രസംഗിക്കുക. പുതിയ നിയമ ക്രിസ്ത്യാനികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത പഴയ നിയമ ഭാഗങ്ങളെടുത്ത് സംസാരിക്കുക. ഇത് പറഞ്ഞ് ജനത്തെ പേടിപ്പിക്കുക. ഇന്നതനുസരിക്കണം, അതനുസരിക്കണം, ഇതനുസരിക്കണം, അതില്ലെങ്കിൽ പോകത്തില്ല, ഇതില്ലെങ്കിൽ പോകുകയില്ല, അങ്ങനെ ചെയ്താൽ പോകത്തില്ല, ആഭരണം ഇട്ടാൽ പോകത്തില്ല. മറ്റ് സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ മിന്നുവരെ അഴിപ്പിക്കുക. ഒരാൾ പറഞ്ഞതാണ്, അതായത് ഒരു പെന്തിക്കോസ്ത് സഭയിലേക്ക് ഒരാൾ വന്നു. തിരിച്ച ആൾ പോയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഏത് സഭയിൽ നിന്നാണ് വന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴുത്തിൽ ഒരാഭരണം ഇട്ടപ്പോൾ അവരുടെ കഴുത്തിൽ ദൈവം ഒരു വ്രണം കൊടുത്തു. കഴുത്ത് മുഴുവനും അളിഞ്ഞ നാശമായി. ഇങ്ങനത്തെ ദൈവത്തെയാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അടുത്ത ഒരു കാര്യം ഞാൻ കേട്ടത്, ഈ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ വലിച്ചു കീറി പോസ്റ്റയിൽ ഒട്ടിക്കുന്ന ദൈവം. വലിച്ചു കീറി പോസ്റ്റയിൽ ഒട്ടിക്കുക. എൻ്റെ രോഷവും എൻ്റെ വേദനയും കൂടി പോകുന്നതുകൊണ്ട് എൻ്റെ ഭാഷ ചിലപ്പം കുറച്ച് കൂടിപ്പോവും. അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോകാം, ഒരു കുഴപ്പമില്ല. ഞാനിത് എല്ലായിടത്തോട്ട് ഷെയർ ചെയ്യും, ചിലരെങ്കിലുമൊക്കെ കേൾക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദൈവത്തെ അവതരിപ്പിക്കുകയാണ്. ആഭരണം ഇട്ടാൽ നിന്നെ കീറിക്കളയുന്ന ദൈവം, നിന്നെ ചവിട്ടി മതിക്കുന്ന ദൈവം, നിനക്ക് ആക്സിഡൻറ്റ് വരുത്തുന്ന ദൈവം. നിങ്ങൾ ഏത് ദൈവത്തെയാണ് സേവിക്കുന്നത്? നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ പുതിയ നിയമം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ സഭകളിൽ സുവിശേഷത്തിന് വല്ല പ്രാധാന്യമുണ്ടോ? നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യേശു പറഞ്ഞ സുവിശേഷം നിങ്ങൾ വായിക്കാറുണ്ടോ? നിങ്ങളുടെയൊക്കെ സഭകളിൽ ഈ സങ്കീർത്തനം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, സങ്കീർത്തന വായന. അത് വായിച്ചുകൊണ്ട് അതിൻ്റെ അകത്തെ പ്രതികാരദാഹിയായ ദൈവത്തെ അവതരിപ്പിച്ച് നിങ്ങൾ ആളുകളെ ഭയപ്പെടുത്തി യേശു താണ്ടെ മേളി വരാൻ പോകുന്നു, വാനമേഘത്തിൽ വരാൻ പോകുന്നു. ഏത് ദൈവത്തെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? നിങ്ങൾക്ക് സുവിശേഷം അറിയാമോ? നിങ്ങൾ ലേഖനങ്ങൾ വായിക്കാറുണ്ടോ? നിങ്ങൾക്ക് ആക്സിഡൻറ്റ് വരുത്തുന്ന എന്ത് ദൈവമാണത്? നിങ്ങൾക്ക് ആക്സിഡൻറ്റ് വരുത്തുന്ന, നിന്നെ വലിച്ച് കീറി ഒരു പരുവാക്കുന്ന ദൈവം. ആ ദൈവത്തെ എന്തിനാണ് നീ സേവിക്കുന്നത്? ആ ദൈവത്തെ വിട്ടു നീ പോകും. യേശു അങ്ങനെ ഒരു പിതാവ്, അങ്ങനെ യേശു അങ്ങനെ ഒരു ദൈവത്തെ പറഞ്ഞിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ സങ്കീർത്തന വായനയും നിങ്ങളുടെ പഴയ നിയമത്തിൽ നിന്നുള്ള പ്രസംഗവും ഇവിടെയുള്ള ക്രൈസ്തവ സഭകളിൽ നിന്ന് ആൾക്കാരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവരിച്ചിരി ആഭരണം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരെ സംസാരിക്കുക. എന്തു തരം ദൈവമാണ് നിങ്ങളുടെ ദൈവം? ഇത്ര ക്രൂരനാണോ? ആധുനിക വില്ലന്മാർ, ഗുണ്ടകൾ ഇതിനേക്കാളും ഭേദമാണ്. അവർ ഡീസൻ്റാണ്. അവർ നിങ്ങളെ അടിക്കാൻ വരുന്നെങ്കിൽ ഒരു കൊട്ടേഷൻ, നിങ്ങളുടെ ദൈവം എന്താ കൊട്ടേഷൻ നൽകുന്ന ദൈവമാണോ? കൊട്ടേഷൻ നൽകുന്ന ദൈവമാണോ നിങ്ങളുടെ ദൈവം? ദശാംശം വിട്ടില്ലെങ്കിൽ നിന്നെ കീറിക്കളയുന്ന, നിന്റെ സാമ്പത്തികത്തെ മുഴുവനും എടുത്തുകൊണ്ട് പോകുന്ന ദൈവം, പകരം ചോദിക്കുന്ന, പ്രതികാരം ചെയ്യുന്ന എന്ത് ദൈവമാണ് നിങ്ങളുടെ ദൈവം? പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമാണ് പുതിയ നിയമ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവം. ഒറ്റയ്ക്കിരിക്കുന്ന ദൈവമല്ല. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ് ഈ വലിയ പ്രശ്നം. യേശുവിനെ മാത്രം, അങ്ങനെയല്ല, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തെയാണ് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത്. സ്നേഹത്തിൽ ഐക്യമത്യപ്പെട്ടിരിക്കുന്ന, സ്നേഹത്തിൽ
ഒരുമിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഏത് ദൈവത്തെയാണ് സേവിക്കുന്നത്? നാണമില്ലല്ലോ. നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പഴയ നിയമം വ്യാഖ്യാനിക്കാൻ നടക്കുക. പഴയ നിയമത്തിൽ ഒരു വാക്യം പോലും നിങ്ങൾക്ക് എടുത്ത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, റിലീജിയസ്, പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ഓണം ആഘോഷിച്ചാൽ, ഓണം സെലിബ്രേറ്റ് ചെയ്താൽ നിന്നെ തകർക്കുന്ന ദൈവം. കഴിഞ്ഞ ദിവസം പാസ്റ്റർ അനീഷ് കാവാലം പറയുന്നത് കേട്ടു. ഓണം ആഘോഷിച്ചാൽ ഏതാണ്ടെല്ലാം പറ്റും, മറ്റേതാ മറിച്ചത്. ഒരു യാക്കോബയിലെ ഓർത്തഡോക്സിലെ അച്ഛൻ അതിനൊരു പ്രതികരണമൊക്കെ ഇട്ടുണ്ട്. പക്ഷേ ഈ പെന്തിക്കോസ് കോളത്തിലെ ശ്രദ്ധേയനായ, ജനകീയനായ, പവർവിഷനിൽ പ്രസംഗിക്കുന്ന പാസ്റ്റർ പ്രിൻസ് റാന്നി വളരെ മനോഹരമായി, കൃത്യമായി അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. നല്ല വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു പാസ്റ്ററാണ്. സ്കൂളിലും പോകുകയല്ല, നന്നായിട്ട് സെമിനാരി വിദ്യാഭ്യാസവും ചെയ്യുകയല്ല, ചുമ്മാ വന്നിരുന്ന് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രാചീന ഗോത്ര ദൈവത്തെ, ആദിവാസികളുടെ ദൈവത്തെ കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുക. രക്തം കുടിക്കുന്ന ദൈവം, നിനക്ക് ആക്സിഡൻറ്റ് വരുത്തുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ ആദ്യം തകർത്ത് കളയേണ്ടത് പത്രോസിനെയാണ്. യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെയാണ് ഈ പറഞ്ഞ പോലെ തകർക്കേണ്ടത്. പ്രതികാരം ചെയ്യുന്ന നിങ്ങളുടെ ഒരു ദൈവം. ഈ വിരട്ടലൊക്കെ വിവരമില്ലാത്തവരുടെ എടുത്ത് നടത്തിയാൽ മതി. നിങ്ങൾക്ക് ബൈബിൾ അറിയത്തില്ല. നിങ്ങൾ വേറെ വല്ലോ പണിക്കും പോകണം. നിങ്ങൾ വല്ലോ ഗുണ്ടായുസത്തിനോ വല്ലോ കൊട്ടേഷൻ പണിക്കോ നിങ്ങൾ പോവുക. നിങ്ങൾ കൊട്ടേഷൻ പണിക്ക് പോകുന്നതാണ് നല്ലത്. ഇതെല്ലാം ഈ പാസ്റ്റർമാരാണ് ചെയ്യുന്നത്. വളരെ മാന്യരായി സംസാരിക്കുന്ന പാസ്റ്റർമാരും ഉണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്തെ പല ആൾക്ക് നിങ്ങൾ കൊട്ടേഷൻ പണിക്ക് പോകണം. നിങ്ങളുടെ ദൈവം എന്താ, വില്ലനാണോ? സിനിമയെ കാണുന്ന പോലെ വില്ലത്തരം കാണിക്കുന്ന ഒരു ദൈവം. ഇത് ഈ പഴയ നിയമമേ നിങ്ങൾ വായിക്കും. നിങ്ങൾക്ക് യാതൊരു വെളിപ്പാടും പുതിയ നിയമത്തെക്കുറിച്ചില്ല. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? പേടിപ്പിക്കുകയാണ് നിങ്ങൾ. ആളുകളെ ഭയപ്പെടുത്തുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഈ ജനം ഇങ്ങനെ ഭയങ്കര എന്തോ വലിയ ദൈവത്തിൻ്റെ ദാസൻ, വിലയേറിയ ദാസൻ. ഒരു വിലയേറിയതുമില്ല, ശ്രേഷ്ഠനുമില്ല. സ്റ്റേജ് കിട്ടിയാൽ ഇവർ വായി തോന്നി എന്തും പറയും. ഇവർക്ക് ദശാംശം കൊടുത്തില്ലെങ്കിൽ ഇവരെ ഭയപ്പെടുത്തി ദശാംശം വാങ്ങിക്കും. നെഗറ്റീവ് എനർജി ഇവരെ പകരും. നിങ്ങൾ ഭയപ്പെട്ടാൽ അത് സംഭവിക്കുകയും ചെയ്യും. കാരണം നെഗറ്റീവ് എനർജിയാണ്, പൈശാചിക ശക്തികളുടെ എനർജിയാണ്. നിങ്ങൾ പ്രതികാരം ചെയ്യുന്നൊരു ദൈവത്തെ നിങ്ങൾ അവതരിപ്പിക്കുക ആണെങ്കിൽ, നിങ്ങൾ പഴയ നിയമത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അല്ല ആൾക്കാർക്ക് കൊടുക്കുന്നത്. നിങ്ങൾ മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളുടെ മേൽ മൂടുപടം കിടക്കുക. ഈ പഴയ നിയമം വായിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചു, അച്ഛന്മാരും പാസ്റ്റർമാരും ബിഷപ്പും എല്ലാം ശ്രദ്ധിച്ചു. നിങ്ങൾ തലേ മൂടുപടം കിടക്കുക. എനിക്കിനി മർത്തോമാക്കാല അച്ഛന്മാരോട് 1-2 കാര്യം പറയാം. ഈ മർത്തോമാ സഭ ന്യൂ ജനറേഷൻ പെന്തക്കോസുകാർക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വല്ലതുമാണോ? നിങ്ങൾ ന്യൂ ജനറേഷനിലേക്കും പെന്തക്കോസ്, ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ പെന്തക്കോസിലേക്ക് ആളെ വിടാനുള്ള ഏജൻസിയാണോ ഈ മാർത്തോമാ സഭ? നിങ്ങൾ കയ്യുവടിച്ച് ചുമ്മാ പാട്ടും പാടി ആൾക്കാരെ എല്ലാം കൂടെ ഇളക്കി അവസാനം അവർ നോക്കുമ്പോൾ ഞായറാഴ്ച കയ്യടിയുമില്ല, ആരാധനയുമില്ല. എന്നാൽ പോയേക്കാം അപ്പുറത്തോട്ട് അമ്മാമ്മയുടെ സഭയിൽ, അച്ചായൻ്റെ സഭയിൽ ആൾക്കാർ പോവാ. നിങ്ങൾ അറിയുന്നുണ്ടോ? വല്ലതും ഉണ്ടോ? നിങ്ങളുടെ കാലിൻ്റെ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് മർത്തോമയിലെ അച്ഛന്മാർ വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഉണർവും കയ്യടിയും ഹല്ലേലൂയായും ഗ്ലോറിയും എല്ലാം കാരണം എല്ലാം പോവാ ന്യൂ ജനറേഷനിലേക്ക്, സ്വർഗീയ വിരുന്നിലേക്കും അവിടുന്ന് ഇവിടുന്ന് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങളവിടെ നോക്കിയിരുന്നു. നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു ചിന്തയില്ല. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തോളാം, അതിൻ്റെ അകത്ത് ഞാൻ പറയാം. നിങ്ങൾ എന്താ ദൈവത്തെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? കുട്ടിച്ചാത്തനെയോ? നിങ്ങൾ കുട്ടിച്ചാത്തനെയാണോ അവതരിപ്പിക്കുന്നത്? പാസ്റ്റർമാർ, നിങ്ങൾ കുട്ടിച്ചാത്തനെയാണോ അവതരിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ദശാംശം തന്നില്ലെങ്കിൽ, നിങ്ങൾ പറയുമ്പോൾ കൈ ഉയർത്തിയില്ലെങ്കിൽ, നിങ്ങൾ പറയുമ്പോൾ സ്തോത്രം ചെയ്തില്ലെങ്കിൽ, നിങ്ങളെ കീറിക്കളയുന്ന, നിങ്ങളെ പിച്ചി ചീന്തുന്ന, അത് ഈ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ചെയ്തിട്ടുണ്ട്. വെട്ടി അങ്ങ് കൊല്ലുകായിരുന്നു മറ്റ് ആളുകളെ. ഇസ്രായേൽ മക്കൾക്കിട്ടും പണി കൊടുത്തിട്ടുണ്ട്. നല്ല 1-ാം തരം പണി യഹോവയായ ദൈവം കൊടുത്തിട്ടുണ്ട്. വയറൊക്കെ വെട്ടി അങ്ങ് കീറുക. ദൈവം പറയുക എന്നാ പറയുന്നത്. ദൈവം പറയുക, ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ഇത് പറയുമ്പം എല്ലാവർക്കും കൊള്ളും. അച്ഛന്മാർക്കും കൊള്ളും, പാസ്റ്റർമാർക്കും കൊള്ളും.
കൊള്ളട്ടെ. കാരണം നിങ്ങൾ അവതരിപ്പിക്കുക. ഗർഭിണികളുടെ ഉദരം, അവരുടെ അകത്ത് കുഞ്ഞ് കിടക്കുക. യഹോവയായ ദൈവം പറയാ പോയി കൊല്ലാൻ. എന്തുവാ ഇത്? മനുഷ്യത്വം ഉണ്ടോ? മനസാക്ഷി മരവിച്ച കുറെ ആളുകളെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. ചെറുപ്പക്കാരൊന്നും നിങ്ങളുടെ കൂടെ നിൽക്കുകയല്ല. മനസാക്ഷി മരവിപ്പിച്ച, നരഹത്യ ചെയ്യുവാൻ, കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നിങ്ങൾ അവതരിപ്പിച്ച് ഞായറാഴ്ച എല്ലാം കൂടെ ഇളക്കി പറിച്ച് നിങ്ങൾ കുറെ അന്യഭാഷയും അന്യായ ഭാഷയും ജീവിതത്തിനൊരു വ്യത്യാസവും ഇല്ലാതെ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് നാണമെന്ന് പറയുന്ന സംഭവം ഉണ്ടോ? നിങ്ങളിത് വായിച്ചുകൊണ്ടിരുന്നോ? നിങ്ങളുടെ തലയെ മൂടുപടം കിടക്കുകയാണെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. പുതിയ നിയമം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ വാക്കുകളിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾ ആ സുവിശേഷം ഒന്ന് തുറന്ന് വായിക്കാം. നിങ്ങൾ എല്ലാവരുടെയും തലയിൽ കയറാതെ. ലോകത്തിലെല്ലാം നിങ്ങളങ്ങ് പ്രസംഗിക്കില്ലയോ? പരസ്യയോഗം അവിടെ ഇവിടെ എവിടെ ചെന്നാലും പറയുകയാണ് നിങ്ങൾ പാപിയാണ്, മാനസാന്തരപ്പെടണം. വന്നിരിക്കുന്ന പാർട്ടി ഭയങ്കര വിശുദ്ധനല്ലേ? ഉള്ള കവലയ്ക്ക് മുഴുവൻ അങ്ങ് നിൽക്കുക. ഭരണഘടന ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്ന്. മറ്റൊരു മതത്തെ താഴ്ത്തിക്കെട്ടാൻ നിങ്ങൾക്ക് ഏത് ഭരണഘടനയാണ് സ്വാതന്ത്ര്യം നൽകുന്നത്? ഇത് സെക്കുലറിസം ഉള്ള രാജ്യമാണ്. വേറൊരു മതത്തിനോ വിശ്വാസത്തിനോ ഇവിടെ സുപ്രീമസി ഒന്നുമില്ല. ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടൊന്നുമില്ല. മറ്റ് സഭാവിഭാഗങ്ങൾ കൂടെ തല്ലു വാങ്ങിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് രസമെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉള്ളവരും കൂടെ ഈ വിവരക്കേട് പറയുന്നു എന്നുള്ളത്. സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തവർ വരെ ഭൂലോക വിവരക്കേടാണ് പറയുന്നത്. അവരും ഈ പറയുന്ന ഈ ദൈവത്തെ വില്ലനായ, ആടിച്ച് തകർത്ത് കൊന്നു കൊല വിളിക്കുന്ന ദൈവത്തെ നിങ്ങളെ ഞായറാഴ്ച നിങ്ങളുടെ പള്ളിയിലും നിങ്ങളുടെ എവിടെ ഹോളിലും ഒക്കെ നിങ്ങൾ പ്രസംഗിച്ച് നിങ്ങൾ ആളുകളെ മറ്റൊരു നെഗറ്റീവ് എനർജി, പൈശാചിക എനർജി നിങ്ങളുടെ അവിടെ തലയിൽ കുത്തിവെക്കുക. ഒന്നാമത് നൂറുകണക്കിന് പ്രശ്നങ്ങളാണ്. മനുഷ്യൻ ഡിപ്രഷനും ടെൻഷനും ആകുലതകളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവരെ പേടിപ്പിച്ച് ഇങ്ങനെ നിർത്തുക. നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ ഭയമൊന്നും, നിങ്ങൾ പേടിപ്പിച്ചാലൊന്നും സത്യം അറിയുന്നവരൊന്നും പേടിക്കുകയില്ല. എൻ്റെ ഈ ലൈവ് കാണുന്നവരെ ഇത് ഞാൻ ഷെയർ ചെയ്യും. 3 പേരോ 4 പേരെ കണ്ടുള്ളൂ, എനിക്കത് വിഷയമല്ല. ഇത് ഞാൻ ഷെയർ ചെയ്യും. നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് ഇറങ്ങിയത്? നിങ്ങൾ വല്ല ഗുണ്ടയായിട്ട് പോകും. എവിടെ തുറന്നാലും കുറേ പാസ്റ്റർമാർ ഇങ്ങനെ ഒന്നും അങ്ങ് പ്രസംഗിക്കുക. എന്ത് ചെയ്യാനാ? സോഷ്യൽ മീഡിയ ആയിപ്പോയില്ലേ? നമ്മൾ എടുത്ത് നോക്കും. വഴി പോയാൽ, ബസ് കയറാൻ പോയാൽ എല്ലായിടത്തും നിൽക്കുകയാണ്. എന്തുവായി പ്രസംഗിക്കുന്നത്? നമ്മൾ പാപിയാണ്, പാപിയാണ്, പാപിയാണ്. യേശുവെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ പാപം എല്ലാം അങ്ങ് പോയി. ഇപ്പം നിങ്ങളങ്ങ് വിശുദ്ധരായി. എന്തൊരു മാജിക്കാണ്! നിങ്ങൾ യേശുവെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഴുവൻ പാപവും പോയി. നിങ്ങൾ പിന്നെ അങ്ങ് വിശുദ്ധരാ. ഞങ്ങൾ പിന്നെ വേർപെട്ടവരാ. ആഭരണം ഊര്. പള്ളി കിടക്കുന്നവരെല്ലാം വലിച്ചെടുത്തോണ്ട് വരിക. മർത്തോമക്കാരെ അങ്ങ് വലിച്ചോണ്ട് പോവുക. മർത്തോമയിലെ അച്ഛന്മാരെല്ലാം ഇങ്ങനെ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലേ, ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അറിയാമോ നിങ്ങൾക്ക്? സ്തോത്രം ഹല്ലേലൂയായും ഒക്കെ പറഞ്ഞ് ഇച്ചിരി കൂട്ടി അങ്ങ് പറ. എന്താ ചിന്തിക്കുന്നത്? നിങ്ങൾ ഈ സ്തോത്രം ഹല്ലേലൂയായും എല്ലാം കൂടെ പറഞ്ഞ് മർത്തോമക്കാരെ നിങ്ങൾ അവിടെയുള്ള ആൾക്കാരെ ശരിയായ ലിറ്റർജി പഠിപ്പിക്കുക, ദൈവശാസ്ത്രം പഠിപ്പിക്കുക, ലിറ്റർജിക്കൽ തിയോളജി പഠിപ്പിക്കുക. നിങ്ങളുടെ ദൈവം ആരാ? നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാ? യേശു ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? അവരിപ്പോഴും ഏലിയാവിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏലിയാവ് തീ ഇറക്കിയതുപോലെ നിനക്ക് ക്യാൻസർ വരുത്തുന്ന, നിനക്ക് ആക്സിഡന്റ് വരുത്തുന്ന, നിന്നെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ദൈവത്തെ പ്രസംഗിക്കുന്നവരുടെ അകത്ത് പരിശുദ്ധാത്മാവല്ല, 1-ാം തരം ഭൂതം, ദുരാത്മാവാണ്. പറയാതിരിക്കാൻ പറ്റുകയില്ല. കുറേ ദിവസമായി ഇത് പറയണമെന്ന് ഞാൻ ചിന്തിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ. അദ്ദേഹത്തിന് പട്ടിണിയൊക്കെ ആയപ്പോൾ അദ്ദേഹം ഒരു ജോലിക്ക് പോയി. ഉടനെ പറഞ്ഞ് നിനക്ക് ആക്സിഡൻറ്റ് വരും. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം 7 സ്റ്റിച്ച് മുഖത്ത്. കണ്ടോ? ഈ പിശാചിൻ്റെ ആത്മാവ് കയറി പറഞ്ഞാൽ ബലമില്ലാത്തവനാണെങ്കിൽ അവനെ അതൊരു നെഗറ്റീവായിട്ട് അത് സ്വാധീനിക്കും. സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായി പറയാം.
നിങ്ങൾ ഏത് ആത്മാവിന് അധീന? നിങ്ങൾ സുവിശേഷം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ സഭയിൽ യേശു പറഞ്ഞ 4 വാക്യമെങ്കിലും പറ. നിങ്ങളുടെ പിള്ളേർ പോലും ഈ വാക്യം പറയത്തില്ല. സുവിശേഷം യേശു പറഞ്ഞ ഒരു കാര്യം പോലും മിണ്ടുകയല്ല. എല്ലാ സഭാവിഭാഗങ്ങളും ശ്രദ്ധിക്കണം. പുതിയ ഉടമ്പടിയുടെ കീഴിൽ നമ്മൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാണ്. യേശുവാണ് നമ്മുടെ റോൾ മോഡൽ. യേശു പിതാവായ ദൈവത്തെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ച് നമുക്ക് നൽകി. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ന്യായപ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി. ഒരു പുസ്തകത്തിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. എനിക്കറിയാം നിങ്ങൾ ഈ ബൈബിളിനെ വിഗ്രഹമായിട്ടുണ്ട് നടക്കുന്നവർക്കൊക്കെ വലിയ പ്രശ്നമാണ്. നിങ്ങൾ കമൻ്റ് അടിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബൈബിളിനെ വിഗ്രഹമാക്കി വെച്ചോണ്ട് ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ ഓർഡിനേഷൻ കൊടുക്കുമ്പോൾ അവർ പറയും 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിൾ. പക്ഷേ ഓർത്തഡോക്സ് കാത്തലിക് ചർച്ചിൽ ഓർഡിനേഷൻ കൊടുക്കുമ്പോൾ പറയും, ആദ്യം പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ഏക സത്യ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? അതാണ് ഫസ്റ്റ്. ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്, അല്ല ബൈബിളിനെ കുറിച്ചുള്ള ചോദ്യം അവർ ചോദിക്കുക. പറഞ്ഞ പിടിയിട്ട് ഈസ്റ്റേൺ തിയോളജിയിലൊക്കെ അങ്ങനെ, ഈസ്റ്റേൺ സഭകളിലൊക്കെ അങ്ങനെ. ഇതിൻ്റെ അകത്ത് വെള്ളം അടിക്കാൻ നന്നായിട്ട് വീശാനുള്ള വാക്യവും ഇതിൻ്റെ അകത്തുണ്ട്. ഞാനൊന്നും എടുത്തു തരുന്നില്ല. ഇസ്രായേൽ മക്കളുടെ മേൽ ചാണകം വാരി എറിയാൻ ദൈവം പറയുന്നുണ്ട്. ദൈവമല്ല, യഹോവ പറയുന്നുണ്ട്. നല്ല രസമാണ് ഇത്. സ്വന്തം ജനത്തിൻ്റെ മേൽ ചാണകം വാരി എറിയുക. ഇതെന്തോന്ന് ഇത്? ഇതെന്തുവാ ഇത്? വൃത്തികെട്ട പരിപാടിയല്ലേ ഇത്? നിങ്ങൾ അതും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പാവം ജനം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുക. അയ്യോ, അഭിഷക്തനാ നിങ്ങൾ. എന്താ അഭിഷക്ത? അമേരിക്കയെന്നും ഒക്കെ ഉണ്ടായി ഈ പ്രസ്ഥാനങ്ങളിൽ എന്താ അഭിഷേകമാണ്? എന്ത് കൈവപ്പാണ്? അമേരിക്കയിൽ നിന്ന് സായിപ്പുണ്ടാക്കി ഇതിലൊന്നും ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ല. ചരിത്രപരമായ ഒരടിസ്ഥാനവും ഇല്ലാത്ത ഈ സഭകളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. നന്നായിട്ട് പ്രസംഗിക്കുന്നവരുണ്ടെന്നേ, നല്ല മനസാക്ഷിയുള്ളവരുണ്ട്. എൻ്റെ കൂട്ടുകാർ ഇഷ്ടം പോലും പേരുണ്ട്. എനിക്ക് എല്ലാ സഭാവിഭാഗങ്ങളിലും സുഹൃത്തുക്കളുണ്ട്. എല്ലാ സഭാവിഭാഗങ്ങളും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. എനിക്കൊന്ന് കാത്തലിക് ഒഴിച്ച്, കത്തോലിക്ക സഭയിൽ നിന്നുള്ള അച്ഛന്മാരുമായിട്ട് എനിക്ക് അത്ര അടുപ്പമില്ല. എന്നാൽ പോലും നമ്മുടെ ഫാമിലിയിലൊക്കെ കാത്തലിക്സ് ഉണ്ട്. എല്ലാ സഭാവിഭാഗങ്ങളിലും പെട്ട ആൾക്കാരുണ്ട്. അത് നല്ല പ്രസംഗിക്കുന്നവരുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പെൻ്റെക്കോസ്റ്റൽ പാസ്റ്റേഴ്സ് ഉണ്ട്, ബാപ്റ്റിസ്റ്റ് പാസ്റ്റേഴ്സ്, ഒരുപാട് പേരെൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ മനസാക്ഷിയുള്ളവരും സ്നേഹമുള്ളവരും. പെന്തക്കോസ്റ്റിൽ എത്രയോ ഫ്രണ്ട്സാണ് എനിക്കുള്ളത്, പാസ്റ്റർമാർ, ഹൈലി എഡ്യൂക്കേറ്റഡ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. എനിക്കുള്ള ഈ പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ്, എഡ്യൂക്കേറ്റഡ്, ഡോക്ടറേറ്റ് ഉള്ളവർ ഒക്കെയാണ് പെന്തക്കോസ്റ്റിൻ്റെ അകത്തെ പാസ്റ്റർമാരുടെ കാര്യം ഞാൻ ഈ പറഞ്ഞു. അല്ലാത്തവരുമായിട്ട്, കാരണം ഈ വിവരക്കേടാ പറയുന്നത്. ഇതൊന്നും ഇല്ലാത്തവരുമുണ്ട്. ഇന്നലെ ഞാനൊരാളെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ ആ കഥ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി 37-ാമത്തെ വയസ്സിൽ. ആ കുഞ്ഞിനെ പുറത്തെടുക്കാൻ വേണ്ടി ആ സിസേറിയൻ ചെയ്ത സമയത്ത് ആണ് മനസ്സിലായത് ആ പുള്ളിക്കാരിക്ക് 2 കിഡ്നിയും പോയിരിക്കുകയാണ്. ആ കുഞ്ഞും മരിച്ചുപോയി. അദ്ദേഹം ആ കുഞ്ഞിൻ്റെ ഫോട്ടോയും ആ ഭാര്യയുടെ ഫോട്ടോയൊക്കെ കാണിച്ച് വിങ്ങിപ്പൊട്ടി. ഒരു പാവം പിടിച്ചൊരു ഒരു പാസ്റ്റർ, ഒരു ദേവദാസൻ. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അദ്ദേഹം ദൈവത്തിനു വേണ്ടി, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏത് മാർഗത്തിൽ നിന്നാണ് വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. വേറെ ഏതെങ്കിലും മതത്തിൽ നിന്നാണൊന്നും അറിയത്തില്ല. പക്ഷേ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചൊരു മനുഷ്യൻ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ബാക്കിയുള്ളവർക്കെല്ലാം ആക്സിഡൻറ്റ് വരും. ഇത്ര പാസ്റ്റർമാരാണ് ആക്സിഡൻറ്റ് മരിക്കുന്നത്, പാസ്റ്റർമാരുടെ മക്കൾ മരിക്കുന്നു, പാസ്റ്റർമാർ മാരക രോഗത്തിൽ പിടിപെട്ട് കിടക്കുന്നു. എന്തെല്ലാം ദുരിതങ്ങളാണ്! നിങ്ങൾ ബാക്കിയുള്ളവരെ എന്തുകൊണ്ട് വിമർശിക്കുന്നു? നിങ്ങൾ ഈ സമൂഹത്തിലുള്ളവരെ എല്ലാം വിമർശിച്ചുകൊണ്ട് നടക്കുമല്ലേ? ആഭരണമിട്ട ഓണം ആഘോഷിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഒരു വില്ലാളി പാസ്റ്റർ വന്നു. പാസ്റ്റർ അനീഷ് കാവാല്. യാക്കോബായ ആണോ ഓർത്തഡോക്സിലെ ആണോ ഒരു അച്ഛൻ വളരെ താഴ്മയോടെ, ഞാനീ സംസാരിക്കുന്ന പോലെ ഒന്നുമല്ല, നല്ല താഴ്മയോടൊരു മറുപടി ഈ അനീഷ് കാവാലത്തിന് കൊടുത്തു. ഇപ്പം അദ്ദേഹം ഏറില്ല. ഈ അച്ഛൻ ഏറില്ല. കാരണം അതിൻ്റെ താഴെ ഈ പെന്തിക്കോസുകാർ വന്നങ്ങ് ചീത്ത വിളിക്കുക. വലിയ വിശുദ്ധിയും വേർപാടുമാണ് ഇവർക്ക്. വിശുദ്ധിയും വേർപാട്, ഇവരുടെ വിശുദ്ധി വേർപാട് മുഴുവൻ കള്ളത്തരമാണെന്നുള്ളത് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്കറിയാം. ഇതിൻ്റെ അകത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ മുഴുവൻ കള്ളത്തരമാണ്.
ഒരു ബാക്കിയുള്ള സഭകളെ ചീത്ത വിളിക്കുക, മതങ്ങളെ ചീത്ത വിളിക്കുക. ഇതൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ വെളുപ്പിക്കാനൊന്നും ഇതിൻ്റെ അടി വരരുത്. നിങ്ങളുടെ പേര് പറഞ്ഞു തന്നെ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ചെയ്യും. കുറേ വിശുദ്ധന്മാരുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് രക്തം കുടിക്കുന്ന ദൈവം വേണം. നിങ്ങൾക്ക് ബാക്കിയുള്ളവരോട് പ്രതികാരം ചെയ്യുന്നു, ശത്രുക്കളെ താറുമാറാക്കുന്നു. നിങ്ങൾ ഈ പഴയ നിയമ വെളിപ്പാടും വെച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുള്ളൂ. രക്തം നക്കി കുടിക്കുന്ന ദൈവം. നാണം കെട്ട പരിപാടിയാണ്. കുറേ നാളായി സഹിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നങ്ങ് ഭയങ്കര വീരവാണം അടിക്കുകയാണ്, വലിയ വീരവാദം അടിക്കുക. ഓണം വന്നപ്പോഴത്തേനെല്ലാം ഓണാശംസ പറയരുത്. ഏതായാലും പാസ്റ്റർ പ്രിൻസ് റാന്നി എന്ന് പറയുന്ന ഒരു ജനകീയനായൊരു പാസ്റ്റർ വളരെ മനോഹരമായി, വളരെ കൃത്യമായ ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ട് ആ വിഷയത്തിൽ. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത്. മറ്റ് മതങ്ങളിൽ പോലും ഇല്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരു ദൈവത്തെ നിങ്ങൾ അവതരിപ്പിച്ച് എൻ്റെ യേശുവിൻ്റെ പിതാവായ ദൈവത്തെ നിങ്ങൾ നാണം കെടുത്തരുത്. നിങ്ങൾക്കറിയാൻ വയ്യെങ്കിൽ നിങ്ങൾ വല്ല ഗുണ്ടയായിട്ടും പോവുക, നിങ്ങൾ വല്ലോ എന്താ പറയുന്നത് അങ്ങനത്തെ വർക്ക് ഏറ്റെടുത്ത് പോവുക. വാളും വടിയുമായിട്ട് വരുന്നൊരു ദൈവം, കുത്തി കീറുന്ന ദൈവം, ഗർഭിണികളുടെ പോലും ഉദരത്തെ കുത്തി കീറി നശിപ്പിക്കും. അത് മറ്റ് ജാതികളിൽപ്പെട്ടവരെ നശിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് പഴയ നിയമത്തിൽ. പക്ഷേ പുതിയ നിയമം എന്താ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ എങ്ങനെ കാണണം? കാഴ്ചപ്പാട് വേറെയാ. നിങ്ങൾക്ക് യേശുവിനെ വേണ്ട. പോരാട്ടം, ബന്ധനം, പിശാച്, മന്ത്രവാദം, നിങ്ങൾക്കെതിരെ മാത്രമേ ഇതെല്ലാം ആളുകൾ ചെയ്യത്തുള്ളൂ. കാരണം നിങ്ങളോട് അത്ര വെറുപ്പാണ് ആളുകൾക്ക്. എന്നാൽ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് വളരെ നല്ല ആളുകളുണ്ട്, നല്ല സുവിശേഷകരുണ്ട്. ഈ പെന്തക്കോസ്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. നല്ല പാസ്റ്റർമാരുണ്ട്. ഈ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയുള്ളവരുടെ കൂടെയും പഠിച്ചിട്ടുണ്ട്. ബാപ്റ്റിസ്റ്റ് നല്ല പാസ്റ്റർമാരുണ്ട്. ഞാനവരെ ബഹുമാനിക്കും. ഇന്നും ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ പെന്തക്കോസ്ത് കോളത്തിൽ നല്ല പാസ്റ്റർമാർ, നല്ല അധ്യാപകർ, നല്ല സുഹൃത്തുക്കളുണ്ട്. അത് ന്യൂനപക്ഷമാണ്. അതാണ് 100ൽ ഞാനീ പറയുന്നത് വെറും 2%. ബാക്കിയുള്ളവർ മുഴുവൻ ഇതാണ്. എന്നെ വലിച്ചു കീറി ഒട്ടിച്ച് ഭിത്തിയിലൊട്ടിക്കുന്ന എന്തോ ദൈവമല്ലേ. മറ്റു മതങ്ങളിൽ പോലും ദൈവം ഭയങ്കര ഡീസൻ്റാ. വില്ലന്മാർ പോലും ഇങ്ങനെ ചെയ്യത്തില്ല. വാളും വടിവാളുമായിട്ടൊക്കെ നടക്കുന്നൊരു ദൈവം. ആഭരണം വിട്ടാൽ നിൻ്റെ ചെവിയെല്ലാം അളിഞ്ഞ് പൊളിഞ്ഞ് നിൻ്റെ എല്ലാം മൊത്തത്തിൽ പോവെന്നാ പറയും. എന്തോ ദൈവമാണ്, ഭയങ്കരം തന്നെ. പിന്നെ കുറേ പേര് പറയുന്ന അന്തിക്രിസ്തു വരും. അത് ഭയങ്കര രസകരമായ കഥയാണ്. ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല. അന്തിക്രിസ്തുവും വരത്തില്ല. യേശു ഒന്നാമത് എന്തിനാ വന്നെന്ന് പോലും നിങ്ങൾക്കറിയില്ല. യേശു എന്തിനാ ഒന്നാമത് വന്നത്? യേശുവിനെ ആദ്യം ഒന്നും വന്നല്ല ഭൂമിയിലേക്ക്, ഇൻകാർണേഷൻ, ജഡം ധരിച്ചു. നിങ്ങൾക്കറിയാം, ദൈവരാജ്യം സ്ഥാപിക്കാൻ. നിങ്ങളുടെ സ്വഭാവം മാറിയോ? നിങ്ങൾ രണ്ടാമത് വന്നിട്ട് നിങ്ങൾ അവിടെ എന്നാ കാണിക്കാൻ പോകാനാ? സ്വർഗത്തിൽ പോയിട്ട് നിങ്ങൾ എന്തോ ചെയ്യാനാ? എനിക്കതാ മനസ്സിലാകും. നിങ്ങൾക്ക് അവിടെ എന്തോ വല്ല ഓഫീസ് വല്ലതും ഇട്ട് തരുമോ? നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ട് വിശുദ്ധിയും വേർപാടുള്ളവരോട് മാത്രമാണ് ഞാനീ പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടരുണ്ട് പെന്തക്കോസ്ത്, വിശുദ്ധി വേർപാട്. ഞങ്ങൾ ഉപദേശം, നമ്മളെല്ലാം പ്രമാണം, നിങ്ങളുടെ പ്രമാണം. അതിലൊരു പ്രമാണിയാണ് കുറച്ചു മുമ്പേ വന്ന കാവാലൻ. നല്ലൊരു കൊമേഡിയനാണ്. നിങ്ങൾ ജഗതിയുടെ ഒന്നും സിനിമ നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ പാസ്റ്റർ അനീഷ് കാവാലത്തിൻ്റെ കണ്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അത് കണ്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ്. നിങ്ങൾ സിനിമ കാണാത്തവരാണ്, സിനിമ കാണുന്ന പാപമാണ്. അല്ലെങ്കിൽ ജഗതിയുടെയോ പപ്പുവിൻ്റെയോ മാളയുടെയോ സലിംകുമാറിൻ്റെയോ ഒന്നും തമാശ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. അവർ രക്ഷിക്കപ്പെട്ടവരല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് പറ്റിയ ഒരാളാണ് ഈ അനീഷ് കാവാലി. എനിക്ക് അദ്ദേഹത്തിൻ്റെ കോമഡി ഇഷ്ടമാണ്. പിന്നെ പാട്ട് നന്നായിട്ട് പാടും, നല്ല ശാസ്ത്രീയ സംഗീതമൊക്കെ പാടും, രസമാണ്. ഞാൻ കേൾക്കാറുണ്ട്, ഉള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ മാത്രമല്ല, അച്ഛന്മാർ ഒരുപാട് പേര് കേൾക്കാറുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ വന്ന് ഈ അനീഷ് കാവാലത്തിൻ്റെ ഈ പ്രസംഗത്തോടൊരു പ്രതികരണം അറിയിച്ചായിരുന്നു. അതിൻ്റെ അടിയിൽ വന്ന അച്ഛനെ എല്ലാവരും കൂടെ ഏറിക്കയറ്റുക. ഈ സ്ത്രീകളാണ് കൂടുതൽ പ്രതികരിക്കുന്നത്. അവർക്കാണല്ലോ ഈ തീഷ്ണത കൂടുതൽ. ബൈബിളൊന്നും അറിയാത്തവരവരാണല്ലോ. ഉമ്മാവായി വരുന്ന എല്ലാം വിളിച്ചു പറയുന്ന കുറേ ആളുകൾ.
നിങ്ങൾ മറ്റുള്ളവരെ അധിക്ഷേപിച്ച് എത്രയോ നാളുകളായി. ഇപ്പം ഈ നിങ്ങൾക്ക് എതിരെ പ്രതികരിച്ചപ്പം നിങ്ങൾക്ക് അങ്ങ് കൊള്ളുന്നു, നോവുന്നു. ഞങ്ങളുടെ അഭിഷക്തന്മാരെ ഞങ്ങൾക്ക് ഭരണഘടന അത് നൽകുന്നുണ്ട്, ഇത് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഭരണഘടന നൽകുന്നു? ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും ജൈനമതക്കാരനും എല്ലാം തുല്യമാണ് ഇവിടെ. നിങ്ങൾക്ക് മാത്രമായിട്ടൊന്നുമില്ല. ഇവിടെ സ്കൂൾ സ്ഥാപിച്ചതും കോളേജ് ഉണ്ടാക്കിയതും ഒക്കെ ആരാ? നിങ്ങളാണോ? നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത വിളിച്ച് പറയാതെ. നിങ്ങൾ എത്ര സ്കൂൾ ഉണ്ടാക്കി, എത്ര കോളേജ് ഉണ്ടാക്കി, എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി, എത്ര ഹോസ്പിറ്റൽ ഉണ്ടാക്കി, എത്ര അനാഥശാല ഉണ്ടാക്കി? നിങ്ങളൊന്ന് പറ. ചുമ്മാതെ അവിടെ ഇവിടെയും പറ. നിങ്ങൾ ഒരു കുന്തം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളൊരു കുന്തം ഉണ്ടാക്കിയിട്ടില്ല. പള്ളിയുടെ മുന്നിൽ പോയി ഇന്ന് പള്ളിക്കാരെ ചീത്ത വിളിക്കുക, പള്ളിയുടെ മുന്നിൽ നിന്ന് കുരിശുമൂട്ടിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുക, എന്നിട്ട് അവരെ ചീത്ത വിളിക്കുക. ഈ കുരിശുമൂട്ടിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന ആരും തല്ലുകയില്ല എന്നുള്ള ഒരു ഇതാണ്. കാരണം കുരിശുമൂട്ടിൻ്റെ മുന്നിലാകുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, അയ്യോ അവരെന്ത് യേശുവിനെ അല്ലേ പ്രസംഗിക്കുന്നത്. വളരെ ഹിഡൻ അജണ്ടയാണിത്. നിങ്ങളുടെ ആൾക്കാരെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് കയറി വന്ന് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുപോയി നിങ്ങൾക്ക് വേദനയില്ലേ? നല്ല മനുഷ്യരുണ്ടെന്നേ, പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചോണം. ആളുകളെ ഭയപ്പെടുത്തുകയാണ്. ഈ പഴയ നിയമമാണ് ഇവരെടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നീ പഴയ നിയമത്തിനെതിരെ, ആ പഴയ നിയമത്തിനെതിരെ തന്നെയാണ്. ഞാൻ പഴയ നിയമമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല പഴയ നിയമമായിട്ട്. ഞാൻ പഴയ നിയമം വായിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ മഹത്വം അറിയാനാണ്, പുതിയ നിയമം എന്താണെന്ന് മനസ്സിലാക്കാനാണ്. പുതിയ നിയമത്തിൻ്റെ മഹത്വം അറിയാനും പുതിയ നിയമത്തിലേക്കുള്ള ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു വരവ് അത് പഠിക്കാനാണ് ഞാൻ പഴയ നിയമം വായിക്കുന്നത്. അല്ല ഞാൻ ഇതിനകത്തെ വാക്യം വായിച്ചു ഓ ഹല്ലേലൂയ ഒന്നും പറയാറില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ തിന്നപ്പം 2 പേര് പ്രാർത്ഥിക്കാൻ ഒരു വീട്ടിൽ കയറി. എന്തിനാണെന്നറിയത്തില്ല അവരുടെ വീട്ടിൽ കയറി പ്രാർത്ഥിക്കുന്നത്. എന്തോ കാണിക്കാനാണെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, വേറെ സഭയിൽപ്പെട്ടവർ. ഇവർ കയറി ഭാര്യയും ഭർത്താവും കയറി പ്രാർത്ഥിക്കാൻ കയറും. എന്തിനാണ് നിങ്ങൾ കയറുന്നത്? നിങ്ങളങ്ങ് സദ്വർത്തമാനം അറിയിക്കാൻ വേണ്ടി നിങ്ങളെ എന്തോ ദൈവം അവിടുന്ന് അയച്ചിട്ടുണ്ട്. നിങ്ങളിത് ചുമ്മാ മനസ്സിൻ്റെ അകത്ത് വെറും തോന്നല. അപ്പം അതുകൊണ്ട് നിങ്ങൾ അവതരിപ്പിക്കുന്ന ദൈവം ഏത് ദൈവമാണ്? ഏത് കുട്ടിപ്പിശാചാണോ? ഏതെങ്കിലും ഗോത്രദൈവമാണോ? ആദിവാസികൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഈ ഉണ്ടല്ലോ പ്രിമിറ്റീവ് റിലീജിയൻസ് ഉണ്ട്. പ്രിമിറ്റീവ് ഇതൊക്കെ പഠിക്കണം. ഇത് വല്ലപ്പോഴും ഒക്കെ പുസ്തകം എടുത്ത് വായിക്കണം. പ്രിമിറ്റീവ് റിലീജിയൻസ് ഉണ്ട്, ട്രൈബൽ ഗോഡ്സ് ആൻഡ് ഗോഡസസ് ഉണ്ട്, ദേവീ ദേവതകളുണ്ട്. ഒരു ട്രൈബും വേറൊരു ട്രൈബുമായിട്ട് ഭയങ്കര ബഹളമാണ്. ഒരു ദൈവം അപ്പം ഇവർ ഒരു ദൈവത്തെ കൂട്ടുപിടിക്കും, മറ്റേ ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാട്ടെ. 2 ട്രൈബ്, ഈ ട്രൈബിലെ ദൈവം വേറെ, ആ ട്രൈബിലെ ദൈവം വേറെ. നിങ്ങൾ ഈ പഴയ നിയമമൊക്കെ ശരിക്കൊന്ന് വായിച്ചു നോക്ക്. അതിൻ്റെ അകത്ത് എന്തുവാ പറയുന്നത്? ഇത് പുതിയ നിയമമായിട്ട് ഒക്കുന്നതാണോ? ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം, ഇപ്പം ദൈവം കീറിക്കളെ. അങ്ങനെ കീറാനായിരുന്നെങ്കിൽ നിങ്ങളെയാണ് ആദ്യം കീറേണ്ടത്. യെശയ്യാവ് കണ്ട ദർശനം നിങ്ങൾക്കറിയില്ലേ? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്നാണ് പറഞ്ഞു. ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിന് ഈ ദൈവത്തിൻ്റെ മുന്നിൽ താഴുക എന്നൊന്നും പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ആശ്രയവും എടുത്ത് അത്രയൊക്കെ താഴാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നുണ്ടോ? നിങ്ങൾ എന്തു ഈ താഴുക ഏൽപ്പിച്ചുകൂടെ, താഴ്ത്തിക്കൂടെ? എന്തോ നിങ്ങൾ ചിന്തിക്കുന്നത്? താഴെ ഇങ്ങനെ ചമ്രം പടഞ്ഞിരുന്നാൽ ഉടനെ താഴ്ത്തി കൊടുക്കാമെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ആര് ലൈസൻസ് തന്നേ? അമേരിക്കയിലെ സായിപ്പ് തന്ന ലൈസൻസും വെച്ചുകൊണ്ട് ഇവിടെ വലിയ പരിപാടി നടത്തുക. മര്യാദയ്ക്ക് ദൈവത്തെ പ്രസംഗിക്കുകയാണെങ്കിൽ എല്ലാവരും അംഗീകരിക്കും, എല്ലാവരും കേൾക്കും, ആർക്കും പ്രശ്നമൊന്നുമില്ല. നമ്മൾ സ്നേഹത്തോടെ ഒരുമിച്ച് പോകണം, ഇതേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. ഈ സഭകളെ തമ്മിൽ കലക്കുക, കുടുംബങ്ങളെ കലക്കുക, നിങ്ങളുടെ ഒരു അടുത്തൊരു സാധനം ഈ പ്രവചനം. എല്ലാ വീട്ടിലും കയറി അങ്ങ് പ്രവചിക്കുക. ഇതൊന്നും അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെന്തോ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് മാത്രമായിട്ട് ദൈവം എന്തോ ഭയങ്കര സംഭവം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ദൈവം എന്തോ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്താണെന്ന് അറിയത്തില്ല. ന്യൂ ടെസ്റ്റ്മെൻ്റ് യേശു കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പുതിയ നിയമം എന്തുവാ? സ്നേഹത്തിലുള്ള നിയമമാണ്. നിങ്ങൾക്ക് തൊട്ട് അയൽപക്കത്ത് കിടക്കുന്ന ആളെ സ്നേഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത്? നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങൾക്ക് ഇഷ്ടമല്ല.
അവൻ വിശ്വാസിയല്ല. നിങ്ങൾ ഭയങ്കര വിശ്വാസമല്ലേ നിങ്ങൾക്കുള്ള? നിങ്ങളെ വിശ്വാസം കൊണ്ട് ഇവിടെ ഇളക്കിയെല്ലാം മറിച്ചിട്ടേക്കുമല്ലോ. ഇവിടെ കുറേ പുള്ളികളെ ഇന്ത്യ മുഴുവനും കത്തിക്കും, ഇന്ത്യ മുഴുവൻ ഉണർവുണ്ടാക്കുമെന്ന് പറഞ്ഞ് ഒരു ചെറു വിരൽ അനക്കാൻ പറ്റിയിട്ടില്ല. ജീവിക്കുന്ന സാക്ഷിയായി മാറുക. രക്തം കുടിക്കുന്ന ദൈവം ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, ചേർത്ത് പിടിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ പത്രോസിനെയാണ് യേശു തകർക്കേണ്ടത്. എന്തുകൊണ്ട് പത്രോസിനെ ഒന്നും ചെയ്തില്ല? എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞു? 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. പത്രോസിനെ പിടിച്ച് പോപ്പാക്കി. ഇനി പോപ്പെന്നൊക്കെ പറഞ്ഞാൽ ചില പറയും പോപ്പല്ല, ബൈബിളിലുണ്ടോ? ചിലരുണ്ട് ബൈബിളിലുണ്ടോ. അത് ഈ അംഗനവാടി പഠിക്കുന്നവരാണ്. ഈ ബൈബിളിലുണ്ടോ അംഗനവാടി പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ഈ ബൈബിളിലുണ്ടോ ഉണ്ടോ. യേശുവിനെ പത്രോസിനെ പിടിച്ച് എന്തോ ആക്കി? സഭയുടെ ആദ്യത്തെ അധ്യക്ഷനാക്കി മാറ്റി. ആദ്യത്തെ അധ്യക്ഷനെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യത്തെ പ്രസംഗം നടത്താനായിട്ട് പത്രോസിനെയാണ് ഏൽപ്പിക്കുന്നത്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ യേശുവിനെ തള്ളിപ്പറഞ്ഞ് പോയ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു അവിടെ എന്തോ ചെയ്തുകൊണ്ടിരുന്നു? നല്ല ഒന്നാന്തരമായിട്ട് നല്ല മീനൊക്കെ പൊരിച്ചു വെച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ യേശുവിൻ്റെ സ്നേഹം അറിയും. ഈ ന്യായവിധി പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ, മറ്റുള്ളവനെ കൊല്ലുമെന്ന് പ്രസംഗിക്കുന്ന ദൈവത്തെ അവതരിപ്പിക്കുന്ന പാസ്റ്റർമാരെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈശാചിക ശുശ്രൂഷയാണ്. നിങ്ങൾ മന്ത്രവാദികളുടെ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് എനർജി നിങ്ങൾ കുത്തിവെക്കുകയാണ് ഓരോ വീട്ടിലും പോയി, ഓരോ ആരാധനകളിലും. നിന്നെ കൊല്ലും, നിന്നെയും കൊല്ലും, ഞാനും ചാവുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ഇമോഷൻസാണ്, പരിശുദ്ധാത്മാവൊന്നുമല്ല, നിങ്ങളുടെ വൈകാരികതയാണ്. നിങ്ങൾ സൈക്കോളജി പഠിക്കുക, ഒന്നും പഠിക്കുകയല്ലോ. ഞങ്ങൾക്ക് പഠിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾക്ക് മേളിൽ നിന്ന് ദൈവം ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ കള്ളത്തരമല്ലേ പറയുന്നത്? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളല്ലേ ഈ കള്ളത്തരം. ഈ പാവപ്പെട്ട യാതൊരു ബോധവുമില്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ കൈവച്ച് 4 രോഗികളെ സൗഖ്യമാക്കുക. നിങ്ങൾ വീരവാദം അടിക്കുന്നില്ല, ഞാനൊന്നും വീരവാദം അടിക്കുന്നില്ല. നിങ്ങളല്ലേ അത്ഭുതങ്ങളും വാക്തത്വം പിശാചിനെ നിങ്ങൾ പിടിച്ചു കെട്ടുന്നു. നിങ്ങൾ ഏത് പിശാചിനെ പിടിച്ചു കെട്ടിട്ടുള്ളൂ? ഒരു ക്യാൻസർ രോഗിയുടെ തലയിലോട്ട് നിങ്ങൾ കൈവെക്കുക. ഒരു ക്യാൻസർ രോഗിയെ നിങ്ങൾ സൗഖ്യമാക്കുക. ഒരു എയ്ഡ്സ് രോഗിയെ സൗഖ്യമാക്കുക. ഓട്ടിസം ബാധിച്ച ഒരു കൊച്ചിനെ നിങ്ങൾ സൗഖ്യമാക്കുക. ഒരു ക്യാൻസർ രോഗിയെ നിങ്ങൾ സൗഖ്യമാക്കുക. ഒരു എയ്ഡ്സ് ഉള്ള ഒരാളെ നിങ്ങൾ സൗഖ്യമാക്കുക. നിങ്ങൾ മുട്ടുവേദനയുടെ കാര്യമൊക്കെ അങ്ങ് വിടും. വയറ്റ് വേദന, മുട്ടുവേദന, അതൊക്കെ അങ്ങ് പോട്ടെ. അത് നിങ്ങളൊന്ന് മാനസികമായിട്ടൊന്ന് ഒരുങ്ങിയാൽ തന്നെ മുട്ടുവേദനയൊക്കെ അങ്ങ് പോകും. നിങ്ങൾ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ ഇത്രയും ചരിത്രത്തിൽ എന്നെ കേൾക്കുന്ന വലിയ വൻ അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ ഒരു എയ്ഡ്സ് രോഗിയെ പരസ്യമായിട്ട് സൗഖ്യമാക്കി. നിങ്ങൾ കൈവച്ചു, എയ്ഡ്സ് സൗഖ്യമായി. പെട്ടെന്ന് തന്നെ എലിസ ടെസ്റ്റ് നടത്തി എയ്ഡ്സ് പോയി. നിങ്ങൾ കൊണ്ടുപോവാ, മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അല്ല ചുമ്മാ ഇവിടെ ഒരു തടിപ്പുണ്ടായിരുന്നു, ആ തടിപ്പ് അങ്ങോട്ട് പോയപ്പം യേശുവിന് എന്തും ചെയ്യാൻ പറ്റും, ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കും. ഇനി എന്നെ കേൾക്കുന്ന ചിലർ തെറ്റിദ്ധരിക്കും. ദൈവത്തിന് എന്തും ചെയ്യാം. മരിച്ചവർ ഉയർപ്പിക്കാം. പക്ഷെ നിങ്ങൾ ഉയർപ്പിക്കണം. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നെങ്കിൽ നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കണം. ഒരു വലിയ വില്ലൻ തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ അവിടെ ഒരാളെ മോർച്ചറി കൊണ്ടുവന്ന് ആ വഴിക്ക് അവിടെ കൊണ്ടുവച്ചു. പുള്ളി വർഷിപ്പൊക്കെ ലീഡ് ചെയ്ത് പുള്ളി ആ വഴിക്കൂടെ അങ്ങ് പോയി. വെറുതെ നിങ്ങൾക്ക് മരിച്ചവരെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. വല്ലോ കുഞ്ഞു കുട്ടി പിശാചികൾ വല്ലോ അതിലേ പോകുന്നതിനെ വല്ലോ ഓടിച്ചു വിടാം. ഓട്ടിസം വന്ന പിള്ളേരെ നിങ്ങൾ പോയി സൗഖ്യമാക്കുക. ആ പിള്ളേർ രക്ഷപ്പെടും. നിങ്ങൾ വീരവാദം അടിക്കുന്ന, എന്നെ കേൾക്കുന്ന വീരവാദം അടിക്കുന്ന പാസ്റ്റർമാരോട് മുഖത്ത് നോക്കി ഞാൻ ചോദിക്കാം, നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഓട്ടിസം ബാധിച്ച ഒരാളെ സൗഖ്യമാക്കി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം. ഓട്ടിസം, നിങ്ങൾ യേശു അവതരിപ്പിച്ച ദൈവത്തെ വികൃതമാക്കരുത്. എൻ്റെ യേശുവിൻ്റെ പിതാവായ ദൈവത്തെ ക്രൂരനായി, കുലപാതകിയായി, രക്തദാഹിയായ ദൈവം, പഴയ നിയമത്തിൻ്റെ വ്യാജ വെളിപ്പാടിൽ യേശു പറഞ്ഞത് വ്യാജമല്ല. ഇസ്രായേൽ ജനം അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് യേശു അവതരിപ്പിച്ച പിതാവായ ദൈവത്തെ ധൈര്യമുണ്ടോ അവതരിപ്പിക്കാൻ? സ്നേഹത്തിൻ്റെ ദൈവത്തെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ ധൈര്യമുണ്ടോ? യേശു ഒന്നാമത് വന്നത് എന്തിനാണെന്ന് പറ, എന്നിട്ടാട്ട് 2ാം വരവ്. നിങ്ങൾക്ക് യേശു ഇങ്ങനെ മുകളിലോട്ട്, യേശു വരണമെന്ന് പ്രാർത്ഥിക്കുന്ന പെന്തിക്കോസുകാർ മാത്രമേ ഉള്ളൂ. നിങ്ങളെ സ്വർഗത്തിൽ എവിടെ കൊണ്ടിരുത്താനാണ്? നിങ്ങളുടെ ഈ സ്വഭാവം വെച്ച് നിങ്ങളെ ഈ സ്വർഗത്തിൽ ഏത് മൂലയ്ക്ക് കൊണ്ടിരുത്തും? നിങ്ങളെ മൂലയ്ക്ക് പോലും ഇരുത്താൻ പറ്റുകയില്ല.
നിങ്ങൾ ഏതെങ്കിലും സ്വർഗത്തിലെ ഒരു മൂലയ്ക്കെങ്കിലും ഇരുത്താനുള്ള ക്യാരക്ടർ സ്വഭാവം നിങ്ങൾ മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ സ്വഭാവം മാറിയിട്ടുണ്ടോ? നിങ്ങൾ പറ. ഇതിൻ്റെ അടിയിൽ ദയവ് ചെയ്ത് ആവശ്യമില്ലാതെ ചൊറിഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും നല്ലതായിട്ട് മറുപടി പറയും. ഞാൻ ഈ പെന്തിക്കോസുകാരോട് ഇനിയും മറുപടി പറയാൻ തന്നെയാണ് തീരുമാനം. കാരണം നിങ്ങൾ മറുപടി അർഹിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെയുള്ള എല്ലാ അച്ഛന്മാരെയും തിരുമേനിമാരെയും എല്ലാം ചീത്ത വിളിക്കുകയല്ലോ ഇത്രയും നാൾ, അല്ലയോ? നിങ്ങളിവിടെ അച്ഛന്മാരെയും തിരുമേനിമാരെയും എല്ലാം ചീത്ത വിളിക്കല്ലേ? നിങ്ങൾ തിരിച്ച് ഒരു ചീത്ത വിളി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നെങ്കിൽ അതൊരു നല്ല ചൊറിച്ചിൽ. അതിനുള്ള മരുന്ന് ഇപ്പം എല്ലായിടത്തും അവൈലബിളാണ്. പ്രതികാരം ചെയ്യുന്ന ദൈവം ഭിത്തിയിലൊട്ടിക്കും, നിന്നെ വലിച്ചു കീറും, നിനക്ക് ആക്സിഡൻറ്റ് വരുത്തും. ഈ ഇതൊക്കെ വെറും ഭയപ്പെടുത്തില്ല. ഈ പാൻറ് ഷർട്ടും ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഇവരെ നിങ്ങൾ പേടിക്കരുത്. വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും പിന്നെ ഈ പറയുന്ന ന്യൂ ജനറേഷൻ ആണെങ്കിൽ പിന്നെ ഭയങ്കര വില കൂടിയ സാധനവും LPയുടെ ഷർട്ടും ഒന്നും ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഈ പുള്ളികളെ നിങ്ങൾ പേടിക്കരുത്. ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട്, എല്ലാ മനുഷ്യർക്കും രോഗങ്ങളുണ്ട്. ഈ പാസ്റ്റർമാരോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്തോ രോഗമുണ്ടോ? നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? ഉണ്ട്. പ്രഷറുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ഷുഗർ ഇതുവരെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല, പ്രഷർ മാറ്റാൻ പറ്റും. നിങ്ങൾ ബാക്കിയുള്ളവരുടെ എല്ലാം മാറ്റാൻ നടക്കുക. നിങ്ങൾ ആദ്യം സ്വയം നന്നാ. ഈ തട്ടുകട പോലുള്ള സഭകൾ പരിപാടി നിങ്ങളങ്ങ് നിർത്താതെ. തട്ടുക അവിടെ ഇവിടെ എല്ലാം നിങ്ങളങ്ങ് തുടങ്ങുക. എന്തുവാ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലാണ് തുടങ്ങുന്നത്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും. ഞാനും എൻ്റെ കുടുംബത്തിൻ്റെ സഭ. പോപ്പാര ഞാൻ തന്നെയാണ് പോപ്പ്. ആർച്ച് ബിഷപ്പും ഞാൻ, ബിഷപ്പും നിങ്ങൾ, പിന്നെ ഡീക്കനും പ്രസ്ബിറ്ററും എല്ലാം അതിൻ്റെ അകത്തുള്ളവരൊക്കെ തന്നെ. നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ തുടങ്ങാൻ? നിങ്ങൾക്കിങ്ങനെ ആവേശം തോന്നി തുടങ്ങി. നിന്നെ ഈ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ, ഈ പൈസ ഉണ്ടല്ലോ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, ഞാൻ ഈ കുറേ ദിവസങ്ങളായി എൻ്റെ യേശു അവതരിപ്പിച്ച യേശു പറഞ്ഞ ദൈവത്തെ ഇത്ര നികൃഷ്ടമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വിഭാഗം എല്ലാവരുടെയും കാര്യമല്ല. എൻ്റെ നല്ല പല സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്, പാസ്റ്റർമാരുണ്ട്, നല്ല മനുഷ്യർ. പാസ്റ്റർ പ്രിൻസ് റാന്നി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഓണത്തെക്കുറിച്ചൊരു കാര്യം പറയും. ഓണത്തെക്കുറിച്ച് ഈ അനീഷ് കാവാലം എന്താണ്ട് ഓണത്തെ ക്രിറ്റിസിസമൊക്കെ ചെയ്തു. അപ്പോൾ പാസ്റ്റർ പ്രിൻസ് റാന്നി വളരെ വളരെ മാന്യമാണ്, വളരെ നല്ലൊരു ദൈവദാസന്. ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എല്ലാവരും നല്ലവരാണ്, പക്ഷേ ഈ സ്റ്റേജിൽ കയറുമ്പം അങ്ങ് വിധം മാറും. അത് ഞാനും അനുഭവിച്ചിട്ടുള്ള. സ്റ്റേജിൽ കയറുമ്പോഴത്തേന് പിന്നെ നമുക്ക് പിന്നെ മുന്നിലിരിക്കുന്നവരൊക്കെ വെറും വിഡ്ഢികളാണ്, അവരാ നിങ്ങൾക്ക് പൈസ തരുന്നതെന്ന് മറക്കണ്ട. നമ്മളെല്ലാം സ്നേഹിച്ച് ഒരുമിച്ച് സുവിശേഷീകരണമൊക്കെ ചെയ്ത് പോകാം, നല്ല കാര്യമാണ്. എല്ലാവരും ചേർന്ന് നിൽക്കണം. പക്ഷേ നിങ്ങൾ ഈ മറ്റ് സഭാവിഭാഗങ്ങളെ ചീത്ത വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. നിങ്ങൾക്ക് ബൈബിള് തന്നാരാ? അത് നിങ്ങൾക്ക് അറിയത്തില്ല. പറയും ദൈവം തന്നാന്ന് പറയും. എന്നാ നിങ്ങൾക്ക് മേളിൽ നിന്ന് കെട്ടിയിറക്കി നിങ്ങളുടെ മലയാളം ബൈബിൾ അടിച്ചു തന്നാന്നോ? എനിക്ക് ഈ മലയാളം ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ നേതൃത്വം കൊടുത്തത് തിരുമേനിയാണ്. നിങ്ങൾ ഈ അപ്പനെ ചീത്ത വിളിക്കരുത്, സ്വന്തം കുടുംബത്തെ ചീത്ത വിളിക്കരുത്. നിങ്ങളൊരു സഭാവിഭാഗത്തിൽ നിന്ന് മാറിയെങ്കിൽ മാറി, അല്ല അവരെന്തോ കുറഞ്ഞവരാണ്, എന്തെങ്കിലും ഉണ്ടോ അതുമില്ല, ഒന്നുമില്ല, സ്കൂളും ഇല്ല, കോളേജും ഇല്ല, മെഡിക്കൽ കോളേജ് ഒരു സാധനവും ഇല്ല. അങ്ങ് ചുമ്മാതെ അങ്ങ് പുകഴുക. ഞങ്ങളങ്ങ് ഇപ്പം ഈ മറിക്കും. നിങ്ങളെക്കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇപ്പോൾ ഗുണത്തേക്കാളേറെ അങ്ങ് ദോഷം ഉണ്ടാകുന്നതാണ് ഞാൻ. മനസ്സിലായോ? ഇപ്പം ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല ഇറിറ്റേഷൻ തോന്നല്ലോ. ഇതുപോലെ തന്നെയാണ് നിങ്ങളും പലരെയും ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ. നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളുടെ മേലെന്തോ അഭിഷേകമുണ്ട്. നിങ്ങളോട് ആരാ ഇതേ പറഞ്ഞു? എൻ്റെ മേലും ഉണ്ട് അഭിഷേകം. നിങ്ങൾക്ക് ശപിക്കാൻ ആരെങ്കിലും അനുവാദം തന്നിട്ടുണ്ടോ? ഈ പാസ്റ്റർമാരല്ലേ ഈ ശപിക്കുന്നേ? എന്താ നിങ്ങൾ പറ. ഈ പാസ്റ്റർമാരെന്ത് ഈ ശപിക്കുന്നത്? എന്ത്? നിങ്ങൾക്ക് ദശാംശം കിട്ടിയില്ലെങ്കിൽ ശപിക്കുക, നിങ്ങൾ കൈയടിച്ചില്ലെങ്കിൽ നിങ്ങളങ്ങ് ശപിച്ച് ഭസ്മമാക്കില്ല. നിങ്ങൾ ഏതാത്മാവിനാധീനർ? നിങ്ങൾ പുതിയ നിയമം വായിക്കുകയില്ല, നിങ്ങളുടെ പ്രശ്നമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്, പിന്നെ ലേഖനങ്ങൾ, ഇതൊന്നും നിങ്ങൾ വായിക്കില്ല. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കുറേ സംഭവം ഉണ്ടാക്കണം, കുറേ കഥകളായി. നിങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് കുറേ സാധനം എടുത്തുകൊണ്ട് വന്ന് ഉമ്മാതെ ചിലർക്ക് എനിക്കറിയത്തില്ല എന്തോ ഇവരെ എപ്പോഴും ഇതാ പ്രസംഗിക്കുന്നത്.
കാരണം ഇവർക്ക് ആളുകളെ ഭയപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ നാളെ ഇവരുടെ പണി പോവും. ഞായറാഴ്ച ആൾ വേണ്ടേ? അതിനല്ലേ നിങ്ങളുടെ ഈ തട്ടിപ്പ്? വെള്ളിയാഴ്ച ആൾ വേണ്ടേ? ഇതെല്ലാം നിങ്ങളുടെ തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് കൊണ്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കുക. കുറേ അച്ഛന്മാർ കിടന്ന് ഉറങ്ങി. അതാ സംഭവിച്ചത്. ഈ മാർത്തോമയിൽ, CSIയിൽ, ഓർത്തഡോക്സ് അച്ഛന്മാർ, കത്തോലിക്കയിൽ അച്ഛന്മാർ കിടന്ന് ഉറങ്ങി. മാർത്തോമയിലൊക്കെ അച്ഛന്മാർ നല്ല ഉറങ്ങിയ സമയത്ത് നിങ്ങൾ കയറി അങ്ങ് അവരുടെ കുറ്റമാണ്. അവർ പഠിപ്പിക്കേണ്ടി പഠിപ്പിച്ചില്ല, അവർ നോക്കേണ്ടി പോലും നോക്കിയില്ല. അപ്പം അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ രോഷം എനിക്ക് സോഷ്യൽ മീഡിയ ആയിട്ടും അല്ലാതെ ഞാനിവിടെ പറയാൻ അത് ഞാൻ പ്രകടിപ്പിക്കും. അത് പറയും, പച്ചയ്ക്ക് പറയും. ഇനി പ്രതികരിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾ അടുത്ത നിങ്ങളുടെ ഒരു പരിപാടിയാണ് എതിർ പ്രാർത്ഥന. നിങ്ങൾക്ക് ഭയങ്കര ഉണ്ട് എതിർപ്പ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അവകാശം നിങ്ങൾ ചുമ്മാതി ഇതെല്ലാം ഈ മന്ത്രവാദികൾ ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. സാധു സുന്ദർ സിംഗ് പോയപ്പോൾ യേശു പോകുന്നെന്ന് പറഞ്ഞു. ഈ വീരവാദം അടിക്കുന്ന പുള്ളികൾ എവിടെയെങ്കിലും പോയിട്ട് യേശു വന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ആഭരണം വിട്ടു. കഴിഞ്ഞ ഒരു സഹോദരി അവരാഭരണം വിട്ടു. ആഭരണം ഊരിയതായിരുന്നു. അവരാഭരണം വിട്ടപ്പോൾ പാസ്റ്റർ അവരുടെ എല്ലാം സ്ഥിരം ഇവർ പറയുന്ന അവരുടെ കഴുത്ത് മുഴുവൻ അളിഞ്ഞു പോയെന്ന്. കഴുത്ത് മുഴുവൻ അളിഞ്ഞു പോയി. ചെവിയിലെങ്ങാണ് ഒരെണ്ണം കുത്തി അത് മുഴുവൻ അളിഞ്ഞു പോകും. റിബേക്കായുടെ മുക്കുത്തിയുണ്ട്. ഇവർ കല്യാണത്തിൽ റിബേക്കയുടെ കാര്യമെല്ലാം പറയും. മുക്കുത്തി വരെ അവരിട്ട്. നിങ്ങളാരും മുക്കുത്തി ഇടാനും ആഭരണം ഇടാനും ഒന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ആഭരണം വേണ്ടെങ്കിൽ ഊരിക്കളഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ആഭരണം വേണമെന്ന് ആര് പറയും? നിർബന്ധമുണ്ടോ? ആഭരണമൊന്നും വേണ്ട. ഞാൻ വളരെ സാധാരണ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരാൾ. മോഡേൺ വസ്ത്രമൊന്നുമല്ല ധരിക്കുന്നത്. അങ്ങനെ ആധുനികതയുടെ വലിയ ഇതൊന്നും നമുക്കില്ല. ആഭരണം ഇടെങ്കിൽ വേണ്ട. പക്ഷേ ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന അങ്ങ് എന്തൊക്കെയാണ് പറയുന്നത്? ദൈവം എന്തോ ക്രൂരനാണ്. നിങ്ങൾക്ക് രോഗം തരുന്നത് വെളിച്ചങ്ങളുടെ പിതാവാണ്. അവനിൽ ഇരുളില്ല. ദോഷങ്ങളാൽ നിങ്ങളെ ദൈവം പരീക്ഷിക്കുകയില്ല. നിങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകം എടുത്ത് വ്യാഖ്യാനിക്കാൻ പോയാൽ നിങ്ങൾക്ക് തെറ്റും. കാരണം നിങ്ങൾ പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടിലല്ല സഹോദര നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി നിങ്ങൾ കഥയുണ്ടാക്കാൻ ഈ പഴയ നിയമം എടുത്ത ക്രൂരനായ ദൈവത്തെയും വെട്ടിമുറിച്ച് കളയുന്ന ദൈവത്തെയും ചാണകമെടുത്ത് മുഖത്ത്, ഈ മലാഖിയുടെ പുസ്തകത്തിലുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ മുഖത്തോട്ട് യഹോവയായ ദൈവം ചാണകം എടുത്തെറിയുക. എന്തോ നിങ്ങൾ ഇതൊക്കെ വായിച്ചിട്ടാണ് നിങ്ങൾ ധ്യാനിച്ച് വെളിപ്പാട് കിട്ടി. എന്തോ ഈ വെളിപ്പാട്? നിങ്ങൾക്ക് വായി തോന്നുന്ന പ്രസംഗിക്കാനാണോ സഭാപിതാക്കന്മാർ ഇതിനൊക്കെ കമൻട്രി എഴുതി വെച്ച്? സഭാപിതാക്കന്മാർ ഇപ്പോൾ എഴുതുന്ന കമൻട്രിയുടെ കാര്യമൊന്നുമല്ല. അമേരിക്കയിലെ സായിപ്പ് എഴുതുന്ന കമൻട്രിയുടെ കാര്യമൊന്നുമല്ല ഞാനീ പറയുന്നത്. ആദിമ സഭയുടെ പിതാക്കന്മാർ അവരെക്കാളും വലിയവരാണോ നിങ്ങൾ? ആദിമ സഭാപിതാക്കന്മാരെയും വലിയവരായിട്ടുള്ള കുറേ പാസ്റ്റർമാർ ഇറങ്ങിയിട്ടുണ്ട്. ആദിമ സഭാപിതാക്കന്മാർ എന്ന് വെച്ചാൽ സഭയെ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ അപ്പോസ്തോലന്മാരുടെ മരണശേഷം സഭയെ വളർത്തിക്കൊണ്ട് വന്ന പിതാക്കന്മാരെക്കാളും വലിയവരൊന്നുമല്ല നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും. അത് നിങ്ങളുടെ കുമ്പനാട്ടുള്ളവരും പുനലൂരുള്ളവരും മുളക്കടയുള്ളവരും പിന്നെ തിരുവല്ലയിലുള്ളവരും എല്ലാം കണക്കാണ്. അവരെക്കാളും വലിയവരാണെന്നാണോ നിങ്ങളുടെ ധാരണ? നിങ്ങൾ ശരിക്കും അജ്ഞരായിട്ട് നടക്കുകയാണ്, ഇഗ്നോറൻ്റായിട്ട് നടക്കുക. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ച് കാണിച്ചിരിക്കുക. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാ മയക്കുക? ഇവരെന്താ ഈ പുതിയ നിയമം വായിക്കാതെന്നാണ് എനിക്ക് ഭയങ്കര രസമാണ്. ഇവരുടെ അടുത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ പോയി ഇവർ മുഴുവനങ്ങ് ഭയങ്കര ദേഷ്യപ്പെടുന്നു. എപ്പം നോക്കിയാലും മുഖം അങ്ങ് ഭയങ്കര ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു ദൈവം. എന്തുവാ ഇത്? ഒരു സന്തോഷമൊക്കെ വേണ്ടേ? ഒരു ആഘോഷമൊക്കെ വേണ്ടേ? ഒരു സെലിബ്രേഷനൊക്കെ വേണ്ടേ? അതിനെന്ത് ബർത്ത്ഡേ അങ്ങ് അടിച്ചു പൊളിക്കും, സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ജാനുവരി 1 അങ്ങ് അടിച്ചു പൊളിക്കും. പിന്നെ വെളിയിലൊക്കെ പോയി ഇവർ അടിച്ചു പൊളിക്കും. ഇവർക്ക് സെലിബ്രേഷനൊന്നും ഇഷ്ടമല്ല. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അതൊന്നും വേണ്ട. പഴയ നിയമത്തിലുണ്ടായിരുന്നു കൊയ്ത്തിൻ്റെ പെരുന്നാൾ. ഇവർക്ക് ഓണമൊന്നും പറ്റത്തില്ല. ഓണം ഉണ്ടാലും എന്ന് ഒരു പാസ്റ്റർ പറഞ്ഞു, ഓണം ഉണ്ടപ്പോൾ ആ ഇലയിലൂടെ ഭൂതം കയറിയെന്ന്. ഓണം ഉണ്ടപ്പോൾ ഇലയിലൂടെ ഭൂതം കയറിയെന്ന്. വല്ലോ ആദിവാസികളുടെ അടുത്തെങ്ങാനും കൊണ്ടുവരണം ഈ പുള്ളികളെ. പിന്നെ വേറെ ചിലരുണ്ട് ഭയങ്കര വീരവാദം അടിക്കുന്നത്. അവരെയൊക്കെ കണ്ട ഛത്തീസ്ഗഡിലോ വല്ലയിടത്തും കൊണ്ടുവരണം. നിങ്ങൾ കുറേ പേരുടെ ജീവിതം തകർക്കുക കേട്ടോ. ഉള്ള സത്യം അങ്ങ് പറയാം.
നിങ്ങൾ ഓർക്കുന്ന നിങ്ങളെന്തോ നിങ്ങൾ നേടുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റേജ് പ്രസംഗിക്കാൻ നിങ്ങൾ പറയുമ്പം കൈയടിക്കാനും ഹല്ലേലൂയ പറയാനും കുറേ ആളുകളെ കഷ്ടമുണ്ട് കേട്ടോ. നിങ്ങൾ അവരെ വെറും വിഡ്ഢികളാക്കുക എന്ന് ഞാനങ്ങ് പച്ചയ്ക്ക് പറയാം. നിങ്ങൾ വെറും വിഡ്ഢികളാക്കുക. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ വേദി വേണം. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടണം. ഞാനും ഫോട്ടോ ഇടുന്നുണ്ട്. അത് ഇതിനു വേണ്ടിയൊന്നുമല്ല. ഞാനും ഫോട്ടോ, നിങ്ങൾക്ക് എത്ര വേണേലും ഫോട്ടോ ഇട്ടു, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കൈയടിച്ച് ആമേൻ പറഞ്ഞ് നിങ്ങൾ ദൂത് പറയുമ്പോൾ ചാടാനും തുള്ളാനും കുറച്ച് ആൾക്കാരെ വേണം. അതിനുവേണ്ടി നിങ്ങൾ കുറേ ആളുകളെ ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. സ്ത്രീകളാണ് കൂടുതൽ വരുന്നത് കേട്ടോ. രസം സ്ത്രീകൾ, അവരെയാണല്ലോ ഈ ഈസി ആയിട്ട് ഇതിൻ്റെ അത് കൊണ്ടുവരാം. സ്ത്രീകൾ, നിങ്ങൾ ഏത് സഭ നോക്കിയോ ഈ കൂടുതൽ സ്ത്രീകളായിരിക്കും. അവരായിരിക്കും കൂടുതൽ. അവരടുത്തുള്ള അമ്മയെ വിളിച്ചുകൊണ്ട് വരും, ചേച്ചിയെ വിളിച്ച് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും. കാരണം സ്ത്രീകൾ പെട്ടെന്ന് അവരുടെ ഒരു സൈക്കോളജി അങ്ങനെ. അവർ കയ്യും അടിച്ച് ബഹളം ഉണ്ടാക്കി കാറിക്കൂയി. നിങ്ങളെന്തിനാ ഈ കാറിക്കൂന്നത്? ഈ ദൈവത്തിന് ഈ ശബ്ദം ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഒരു പിച്ച് ഉയർത്തുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നിങ്ങൾ ഈ ചുമ്മാ ബൈബിള് ഒരു സ്കെയിൽ മാറ്റുക, പിച്ച് ഉയർത്തുക. സംഗീതം അറിയാവുന്നവർക്കറിയാം. ഇപ്പോൾ സങ്കീർത്തനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സങ്കീർത്തനമോ പാട്ടോ എന്തോ ആയിക്കോട്ടെ, പിച്ച് ഉയർത്തുക, സ്കെയിൽ മാറ്റുക എന്നൊക്കെയുള്ള അർത്ഥത്തിലേ ഉള്ളൂ. അല്ല നിങ്ങൾ തൊണ്ട എല്ലാം കൂടെ കാറി ദൈവത്തെ നിങ്ങൾക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ ആകെപ്പാടെ പ്രസാദിപ്പിച്ചത് പോട്ടെ, അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ മതങ്ങളെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക. നിങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്ന സഭയാണെങ്കിൽ, എനിക്ക് ഈ സ്വർഗീയ വിരുന്നുകാരെ ഭയങ്കര ഇഷ്ടം. അവർ യേശുവിനെയാണ് പറയുന്നത്. സ്വർഗീയ വിരുന്നുകാർ യേശുവിനെയാണ് പറയുന്നത്. എനിക്കത് അവരോട് താല്പര്യം. അവർ ഈ പഴയ നിയമത്തിലെ ഈ ദൈവത്തെ ഒന്നും അവർ പറയുന്നത്. അവർ യേശുവിനെ എപ്പോഴും പറയും. സ്വർഗീയ വിരുന്ന് അവരോട് എനിക്ക് ആ കാര്യത്തിൽ ബഹുമാനമുണ്ട്. അവർ യേശുവിനെ പറയും. യേശുവിനെ പറഞ്ഞാൽ അത്യാവശ്യം വിടുതലായി. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ. സ്വർഗീയ വിരുന്നുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ അവർ യേശു ക്രിസ്തുവിനെ പറയത്തുള്ളൂ. അവർ ഈ പഴയ നിയമത്തിലെ കഥയും അതും ഇതും എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് എന്നാൽ അവർ പറയില്ലെന്ന് പറയും. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കൂടുതൽ യേശുവിനെ പുതിയ നിയമ സുവിശേഷങ്ങളാണ് പ്രസംഗിക്കുന്നത്, ലേഖനങ്ങളാണ് പ്രസംഗിക്കുന്നത്. കാരണം അതിൻ്റെ അകത്താണ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കേട്ട ഒരു സംഭവം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നുമൊക്കെ ആയിട്ട് കേട്ട ഒരു സംഭവമാണ്. അതായത് ആഭരണം ഇട്ടാൽ ഇവിടെ മുഴുവനും എന്തോ വരും, അളിഞ്ഞു പൊളിഞ്ഞ് നാശമാകും. പിന്നെ പെന്തിക്കോസി വന്നിട്ട് തിരിച്ച് മർത്തോമയിലോ ഓർത്തഡോക്സിലോ ഒക്കെ പോയാൽ മാരക രോഗങ്ങൾ, പുഴുവരിക്കുന്ന രോഗങ്ങൾ വരും. കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നു. ഞാൻ മനുഷ്യനാണേ, അസാധാരണ മനുഷ്യനാണ്. അല്ലാതെ ഞാൻ വിശുദ്ധനുമല്ല, ഞാൻ യേശുവുമല്ല, യേശുവിനെ പോലെ ആയിട്ടുമില്ല. സാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യൻ്റെ പ്രതികരണമാണ് ഞാൻ നടത്തുന്നത്. അപ്പം നിങ്ങൾ ഈ വലിയ വാദഗതിയൊന്നും അടിച്ച് ആരെയും പേടിപ്പിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ അണിയാളുകളായി അടിമകളായി കുറേ ആൾക്കാരുണ്ട്. അവരിതൊക്കെ കേട്ടിട്ട് സ്തോത്രം ഒക്കെ പറയും. നിങ്ങളുടെ അടിമകൾ, അവർ പേടിക്കും. പിന്നെ നിങ്ങളുടെ എതിർ പ്രാർത്ഥന നടത്തി നിങ്ങൾ ഈ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുക. ആളുകളെ ഭയപ്പെടുത്തി ഒരു പ്രത്യേക വലയത്തിൻ്റെ അകത്താക്കി, മായിക വലയത്തിൻ്റെ അകത്താക്കുകയാണ്. ഇവിടെയുള്ള എപ്പിസ്കോപ്പൽ സഭകളിലുള്ളവരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആടുകളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക. നിങ്ങൾ ചുമ്മാ അവിടെ ഇരിക്കുക. നിങ്ങളുടെ ലിറ്റർജിയിലുള്ള അർത്ഥമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞുകൂടെ? എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ലിറ്റർജി. ഇത് ഒരു ലിറ്റർജിയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ തിയോളജിയും, റിച്ച് തിയോളജിയാണ്. ബൈബിളിനെ ഇങ്ങനെ വളരെ റിച്ചായിട്ട് വെച്ചിരിക്കുക. അത് വായിച്ചാൽ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയും. അച്ഛന്മാർ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പേടിപ്പിച്ച ആൾക്കാരെ അടിമപ്പെടുത്തുക, ഭയപ്പെടുത്തുക, ആ പരിപാടിയൊക്കെ പോക്കറ്റ് വെച്ചുകൊണ്ടിരുന്നാൽ മതി. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ വിശുദ്ധനൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഓണം ആഘോഷിച്ചാൽ ഇലയ്ക്കകത്തുനിന്ന് ഭൂതം കയറും. ഓണത്തിന് ഇലയ്ക്കകത്തൂടെ കയറുന്ന ഭൂതം. അത് നിങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ സുവിശേഷങ്ങൾ വായിക്കുക. എല്ലാവരും കൂടെ എഴുന്നേറ്റ് യേശു പറഞ്ഞ കാര്യങ്ങൾ, യേശുവിനെ പോലെ ആകാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഇതൊക്കെ വായിക്കുക, ലേഖനങ്ങൾ വായിക്കുക.
അല്ലാതെ ചുമ്മാ ഈ സങ്കീർത്തനവും വായിച്ച് കീറിക്കളയുന്ന, വലിച്ചു കീറുന്ന, അടിച്ച് തകർക്കുന്ന വില്ലാതി വില്ലൻ ദൈവത്തെ നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത തലമുറയൊന്നും നിങ്ങളുടെ കൂട്ടത്തിൽ കാണുകയല്ല. പിന്നെ കുറച്ച് പാട്ടും, ഞാൻ ഈ പാട്ടൊക്കെ പാടുന്ന ആളെ, പാട്ടും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആൾ നിൽക്കും. അത് പിന്നെ നിൽക്കായിരിക്കും. പാട്ടൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ വരും. പാട്ടുള്ളിടത്തൊക്കെ കേട്ട് പിള്ളേർ പോകുന്നത്, നല്ല ആധുനിക ഇൻസ്ട്രുമെൻസും. ഞാനും ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളും പാട്ട് പാടുന്ന ആളും ഒക്കെ. അപ്പോൾ എനിക്കറിയാം ആളുകളെ മയക്കി ഒരു മായാവലയത്തിലൊക്കെ നിർത്താം. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്കൊന്നും ഇവർ വരത്തില്ല. മനുഷ്യർക്കെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന്, എല്ലാ മനുഷ്യർക്കും രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഈ പാസ്റ്റർമാർക്ക് എന്തോ അസുഖങ്ങളില്ലേ? അവർക്കാർക്കും ആക്സിഡൻറ്റ് വരുന്നില്ല. നീ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ആക്സിഡൻറ്റ് വരും. താൻ ആരാണ് ഇതൊക്കെ പറയാൻ? ഞാൻ പച്ചയ്ക്ക് ചോദിക്കുക, താൻ ആരാണ് ഇതൊക്കെ പറയാൻ? ആക്സിഡൻറ്റ് വരുമെന്നും മൊത്തത്തിലാണ് ചോദിക്കുന്നത്, ജനറലൈസ് ചെയ്താണ് ചോദിക്കുന്നത്. ആരാണ് താങ്കൾ മറ്റുള്ളവർക്ക് ആക്സിഡൻറ്റ് കൊടുക്കാൻ? ആ സ്പിരിറ്റാണോ നിങ്ങൾ വ്യാപരിക്കുന്നത്? നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? നിങ്ങൾക്ക് ജീവൻ കൊടുക്കൂ. രോഗികളെ സൗഖ്യമാക്കുക, ക്യാൻസർ സൗഖ്യമാക്കുക, എയ്ഡ്സ് സൗഖ്യമാകട്ടെ എന്ന സന്തോഷം. കർത്താവിൻ്റെ നാമം ഉയരട്ടെ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കൂ, ഒരു കുഴപ്പമില്ല, നടക്കട്ടെ. മരിച്ച ആളെ കൊണ്ടുവരൂ, മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വാ. വലിയ അഭിഷേകം ഉണ്ടെന്ന് പറയുന്ന വലിയ അഭിഷേകം ഉണ്ടെന്ന് പറയുന്ന നിങ്ങൾ മരിച്ച ആളെ ഉയർത്തെഴുന്നേൽപ്പിക്കൂ, നിങ്ങൾ എയ്ഡ്സ് രോഗിയെ സൗഖ്യമാക്കൂ. അന്നേരം നിങ്ങൾക്ക് അതിനെല്ലാം മുടന്തൻ ന്യായങ്ങൾ നിങ്ങൾ പറയരുത്. ഓട്ടിസം ബാധിച്ചവരെ സൗഖ്യമാക്കുക. ദൈവനാമം ഉയരട്ടെ, ദൈവത്തിൻ്റെ നാമം ഉയരട്ടെ. എനിക്കത് താല്പര്യമാണ്. ദൈവം എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചാൽ ഞാൻ ചെയ്യാൻ തയ്യാറാ. അത് ചെയ്യൂ. ചുമ്മാ അതിങ്ങനെ വീരവാദം അടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ ദൈവം ആരാണ്? അതൊരു വലിയ വിഷയമാണ്. പഴയ നിയമം, പഴയ ഉടമ്പടിയുടെ കീഴിൽ കിടക്കുന്ന ആളുകൾ ഈ നിയമം വായിക്കുമ്പോഴൊക്കെ മൂടുപടം നിങ്ങളുടെ തലയിൽ കിടക്കുകയാണ്. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത് പ്രിയപ്പെട്ടവരെ? ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ഈ പഴയ നിയമത്തിൽ കിടക്കുന്നത്, അതുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? നിങ്ങൾ പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠത അറിയാൻ വേണ്ടി പഴയ നിയമം ആഴത്തിൽ പഠിക്കുക. എത്ര പഠിക്കാമോ അത്രയും നിങ്ങൾ പഠിക്കുക. വായിച്ച് ധ്യാനിക്കാൻ നിങ്ങൾക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ ത്രിയേക ദൈവത്തിൽ നിങ്ങൾ സന്തോഷിക്കുക, ആനന്ദിക്കുക, ആഘോഷിക്കുക. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവൻ ആ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഈ ചിലർ പറയുന്നുണ്ട് ഇതിന് ആത്മീയ കാരണങ്ങൾ, അവന് പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട്, അവന് രോഗമുണ്ടായത് അവൻ പെന്തിക്കോസിന്ന് തിരിച്ചു പോയതുകൊണ്ട്. ആൾ പറഞ്ഞാണ് പെന്തിക്കോസിന്ന് തിരിച്ചു പോയപ്പോഴത്തെ അവൻ രോഗം ഉണ്ടായി. എന്ത് ദൈവമാണ് നിങ്ങളുടെ ദൈവം? നിങ്ങളുടെ ദൈവം നിങ്ങൾ ആളുകളെ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ നിങ്ങൾക്ക് നല്ലോണം ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് ആളുകളെ മയക്കാൻ അറിയാം. നിങ്ങളുടെ പ്രസംഗത്തിലും പാട്ടിലും നിങ്ങളുടെ ചേഷ്ടകളിലും നിങ്ങളുടെ ആ ഒരു നിപ്പിലും ഒക്കെ ആളുകളെ മയക്കി നിങ്ങൾ ആൾക്കാരെ പലരെയും നിങ്ങൾ മാനസിക രോഗികളാക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഇത് തലയ്ക്ക് പിടിച്ചിട്ട് പല ആൾക്കാരുടെ അവരുടെ ഉപജീവനം പോലും കളഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ വന്ന് ഈ പരിപാടിക്ക് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇവർക്ക് ചോദിക്കും. കാരണം ഒരു കാലത്ത് ഇവിടെയുള്ള എപ്പിസ്കോപ്പൽ സഭകളെ എല്ലാം ചീത്ത വിളിച്ചു. മഹദിയ ബാബിലോൺ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇരിപ്പുണ്ട്, എൻ്റെ ഇരിപ്പുണ്ട്. കത്തോലിക്ക സഭയെ പരസ്യമായി ആക്ഷേപിച്ചു പാസ്റ്റർ കെ എബ്രഹാം. കത്തോലിക്ക സഭയെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സഭയായ കത്തോലിക്ക സഭയെ പരസ്യമായിട്ട് ആക്ഷേപിച്ചിട്ട് പോലും അവരൊന്നും പറഞ്ഞില്ല. അത് അവരുടെ മാന്യതയാണ്. മഹദിയാം ബാബിലോൺ നിങ്ങൾ ഇറക്കി അപമാനിച്ചു. ഓർത്തഡോക്സുകാരനെയും യാക്കോബക്കാരനെയും ഇവിടുത്തെ CSIക്കാരനെയും മർത്തോമാക്കാരനെയും എല്ലാ അച്ഛന്മാരെയും എല്ലാം നിങ്ങൾ അപമാനിച്ചു. ഇപ്പം നിങ്ങൾക്കെതിരെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഗ്ലോറിയസ് ഗോസ്പലും ഷിബു ബിഡിയേക്കലും ഒക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. നിങ്ങളുടെ ഇറിറ്റേഷൻ അങ്ങോട്ട് കൂടട്ടെ. പിന്നെ നിങ്ങൾ ആൾക്കാരെ അടിച്ചുകൊണ്ട് പോകും. അത് നിങ്ങളെപ്പോലെ മിടുക്കര് വേറെ ആരുമില്ല കേട്ടോ. അത് കാര്യത്തിൽ അച്ഛന്മാർ വൻ പരാജയമാണ്, ഫെയിലിയറാണ്. അവർക്ക് ഒന്നാമത്തെ കാര്യം, അച്ഛന്മാർക്ക് നല്ല സാലറി, നല്ല സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പാസ്റ്റർമാരെ പോലൊന്നും അല്ല. അവർ വേറൊരു സിസ്റ്റമാണ്. അപ്പം അവർക്ക് ഇനി അവർക്കെതിരെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവർക്കിതിലൊന്നും താല്പര്യമില്ല. ആൾക്കാരെ ഗൈഡ് ചെയ്യാനും പാസ്റ്ററൽ കെയർ താല്പര്യമില്ല. അത് മുതലാക്കിക്കൊണ്ടാണ്
ചില ആൾക്കാർ എല്ലാവരെയും കൊണ്ടുപോകുന്നത്. അച്ഛന്മാർക്കും താല്പര്യം, പാസ്റ്റൽ കെയർ ഒന്നും അവർക്ക് താല്പര്യമില്ല. കൗൺസിലിങ്, വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി വന്നാലൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക, അവിടെ വിഷയങ്ങൾ കേൾക്കുക. അന്നേരമാണ് പാസ്റ്റ് വരും, ഞങ്ങളുടെ കൂടെ വരൂ. സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ, അത് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരുടെ ഞാൻ സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. ഈ വലിയ വലിയ വൻകിട ടീമുകളുടെ കൂടെയൊക്കെ നിന്ന് പ്രവർത്തിച്ച് അവരെല്ലാം ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇതിനകത്ത് വലിയ തട്ടിപ്പാണ്. ഈ സൂപ്പർ ഹീറോ, താരപരിവേഷം, സെലിബ്രിറ്റിയുടെ ഒരു ലെവലിലേക്ക് എത്തുന്നവരുണ്ട്. അത് ഈ സ്വതന്ത്രന്മാർ, അവർ സ്വതന്ത്രന്മാരാണ്, അവരാണ് സെലിബ്രിറ്റികളാണ്. അവരുടെ അടുത്തൊന്നും ചെല്ലാൻ പറ്റില്ല. ഗുണ്ടകളും അവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. ഇവർ പറയുന്നൊന്നും ഇല്ലെന്ന് പറയും, ഇവരൊന്നും സമ്മതിക്കത്തില്ല. ഇവർക്കെതിരെ സംസാരിച്ചാൽ ഇവർ ആളുകളെ ഇറക്കി അടുപ്പിക്കും. ഇതൊക്കെ ഉണ്ട്, പരിപാടിയുണ്ട്. ഇവർക്കെല്ലാം ആളുകളുണ്ട്, ഗുണ്ടകളുണ്ട്, ഇവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ ബ്ലാക്ക് കാറ്റ്സ് ഉണ്ട്. ഈ ആഫ്രിക്കയിലൊക്കെ കണ്ടില്ലേ, വലിയ പാസ്റ്റർമാർ, പ്രോഫറ്റ് ഒക്കെ വരുമ്പോഴത്തേന് എന്തുവാ പറയുന്നത്, വലിയ ഭയങ്കര ബ്ലാക്ക് കാറ്റ്സ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വലിയ വണ്ടിയിൽ തോക്കുമൊക്കെ ആയിട്ടാണ് അവരുടെ. ദൂതന്മാരൊന്നും ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. പറഞ്ഞാൽ മനസ്സിലായില്ലേ? യേശു വെളിപ്പെടുത്തിയ പിതാവ്, സൽഗുണപൂർണനായിരിക്കുന്ന പിതാ, ആ പിതാവിൽ ഇരുളൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചിട്ട് നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങളുടെ മക്കൾക്ക് ഒരു ആക്സിഡൻറ്റ് വന്നാൽ നിങ്ങൾക്ക് വേദനിക്കുമോ? ആക്സിഡൻറ്റ് വരുത്തുന്ന ദൈവം, തലയിൽ കൂടെ വണ്ടി കയറ്റിക്കുന്ന ദൈവം, ഗുണ്ടയായ ദൈവത്തെ ഈ പാസ്റ്റർമാർ മാത്രമായി ചെയ്യുന്നു. ഇവിടെ അച്ഛന്മാരൊന്നും ഈ പരിപാടി ചെയ്യാറ്. ആകെപ്പാടെ അരമണിക്കൂർ അവർ പ്രസംഗിക്കുന്നു. അതും അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരങ്ങിരിക്കുക. അവർക്ക് ഇതൊന്നും വലിയ താല്പര്യം, അപ്പോൾ അവരും പ്രസംഗിക്കുന്നില്ല. അച്ഛന്മാരാകെ അരമണിക്കൂർ തന്നെ പ്രസംഗിക്കുന്നത് കഷ്ടിയാണ് ഒരു ഞായറാഴ്ച പള്ളിയിൽ. പിന്നെ ബൈബിൾ ക്ലാസ് എന്നൊക്കെ പറഞ്ഞൊരു പേരിന് എന്തെങ്കിലുമൊക്കെ നടത്തും. അപ്പം അവരിത് പ്രസംഗിക്കാവുന്ന സമയമില്ല, അവർക്ക് താല്പര്യവുമില്ല. അത് മൊത്തം മുതലെടുക്കുന്നത് ഇവിടെ ഈ ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ പെൻറ്റക്കോസ്റ്റൽസ്. നിങ്ങൾ വിചാരിക്കും ഞാനിതിനെക്കുറിച്ചൊന്നും പഠിക്കാമെന്നാണ് പറയുന്നത്. ഇതെല്ലാം പഠിച്ചിട്ടാണ് പറയും. ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ പെൻറ്റക്കോസ്റ്റൽസ്, അവരെ കരിസ്മാറ്റിക്സ് എന്നൊക്കെ പറയും. ഈ എന്താ പറയുന്നത്, നിയോ ക്ലാസിക്കലുകാരെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക. നിങ്ങളായിരിക്കുന്ന സഭകളിൽ നിൽക്കുക. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് പോകുന്നത്? അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ടോക്ക് ഇവിടെ നിർത്തുകയാണ്.